It is all about Jesus. എല്ലാം യേശുവാണ്. It is all about Jesus. ഇതിൻ്റെ എല്ലാം പുറകിൽ യേശുവാണ്. And when we realize that, എപ്പോൾ നാം അത് തിരിച്ചറിയുന്നുവോ, when we are so much sure about our identity, നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്കുണ്ടാകുമ്പോൾ, we are in Him, നാം അവനിലാകുന്നു. when we realize that we are in Him, നാം അവനിലാകുന്നു എന്ന് നാം and it is all തിരിച്ചറിയുമ്പോൾ, about Him, എല്ലാറ്റിൻ്റെയും പുറകിൽ അവനാണെന്ന് തിരിച്ചറിയുമ്പോൾ, and that knowing, ആ അറിവ്, Jesus said that you shall know the truth and the truth shall set you free. യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. Hallelujah. ആമേൻ. Two things, as I was sitting, Pastor was saying about, he sang a song, let the weak say I am strong. രണ്ട് കാര്യങ്ങൾ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പാസ്റ്റർ ഒരു പാട്ട് പാടി, ബലഹീനൻ തന്നെത്താൻ ബലവാൻ എന്ന് പറയട്ടെ, Let the poor say I am rich. ദരിദ്രൻ സമ്പന്നനെന്ന് ഘോഷിക്കട്ടെ. There is a story behind that. I was reminded. അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്, ഞാനത് ഓർപ്പിക്കുകയാണ്. My friends, let me tell you something. എൻ്റെ സ്നേഹിതർ, ഞാനൊരു കാര്യം പറയട്ടെ. Paul said in his epistle of Ephesians that how the believers are equipped. വിശ്വാസികൾ എങ്ങനെയാണ് തയ്യാറെടുക്കപ്പെടുന്നത് എന്ന് എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. About growing in the full knowledge of the Lord Jesus. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിൽ വളരുക എന്നതിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പറയുക. And there he speaks about, in that verse he says, that is just not knowledge, it is experiential knowledge in Ephesians chapter 4. And when we go to the 12th verse, this is not the part of my message, but I want to share two things before you that will show you a path how to be in the center of His perfect will. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ ആ അറിവിനെ കുറിച്ച് പറയുമ്പോൾ വെറും സാധാരണമായ ഒരു അറിവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, അനുഭവവേദ്യമായ ഒരു അറിവിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 12 and 13. അതിൻ്റെ 12-ാം വാക്യവും 13-ാം വാക്യവും. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും. That's enough. Thank you so much. Yeah, ma'am. It says the full knowledge, the knowledge of the Son of God. ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ്, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം. Is not just the knowledge gnosko. He speaks about epic. That is the experiential knowledge. അത് വെറും ഒരു അറിവിനെ കുറിച്ചല്ല പറയുന്നത്, അനുഭവിച്ചറിയുക എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. So Paul lived a life, he went through various life experiences, the things that he faced in life, and the way that he still carry on to preach the gospel. He comes to a point when he says in Acts chapter 20 and verse 24, I don't care about my life. അദ്ദേഹം അപ്പോസ്തലനായ പൗലോസ് ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. താൻ കടന്നുപോയ വെല്ലുവിളികൾ, അനുഭവങ്ങളിലൂടെ എല്ലാം താൻ മനസ്സിലാക്കി ക്രിസ്തുവിനെ കുറിച്ച്, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചപ്പോൾ താൻ പറയുകയാണ്, ഈ കഷ്ടതകളൊന്നും എനിക്ക് സാരമില്ല. How is it possible that his eyes is only focused upon what Jesus says in his now word and he's walking that path, and he says, I don't care. He was stoned once. And people, that stoning, they are thrown down a cliff and they are dead. And they left him for dead. But the believers got around and they prayed. And this man got up. What surprises me, he didn't stand there to wipe all those stone cuts. He went to preach the gospel.
കർത്താവിൻ്റെ ദാസൻ പറയുക, ഒരു മനുഷ്യന് ഇത്രയധികം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോൾ എങ്ങനെ കർത്താവ് യേശു പറഞ്ഞ വചനത്തെ ലക്ഷ്യം വെച്ച് അതിനെ പ്രസംഗിക്കാൻ കഴിയും? ഒരിക്കൽ അദ്ദേഹം കല്ലെറിയപ്പെട്ടു, ഒരിക്കൽ അദ്ദേഹം കടുംതൂക്കത്തുടെ താഴെ എറിയപ്പെട്ടു, ഒരിക്കൽ അദ്ദേഹം മരിച്ചുവെന്ന് വിചാരിച്ചിട്ട് ആളുകൾ അവനെ ഇട്ടുകളഞ്ഞു. എന്നാൽ വിശ്വാസികൾ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു, അവൻ ജീവനോടെ തിരിച്ചു വന്നു, വീണ്ടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. Hallelujah. He didn't go home and he said, no, I want to rest, I want to treat my wounds. He just went and he just said, no, who cares? അവൻ വീട്ടിൽ പോയിട്ട് എനിക്ക് കുറച്ച് വിശ്രമം വേണം, എനിക്ക് മുറിവൊക്കെ ഒന്ന് ഉണക്കാൻ ആവശ്യമുണ്ട്, ഒന്നും അവൻ പറഞ്ഞില്ല. അവൻ വീണ്ടും കർത്താവിൻ്റെ വേലയുമായി മുൻപോട്ട് പോവുകയാണ്. If we have a tooth extraction, we two days, and if it happens to be your wisdom tooth for 7 days, ayyo. നമുക്കൊരു പല്ലുവേദന ഉണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ചൊരു വിസ്ഡം ടൂത്ത് എടുത്ത് മാറ്റുന്നതോ വേണ്ടി വന്നാൽ കുറഞ്ഞത് 2 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം നമുക്ക് റെസ്റ്റ് വേണ്ടി വരും. Paul, what is it that driving you? പോൾ, നിന്നെ എന്താണ് ഈ മുൻപോട്ട് തള്ളുന്നത്? What is the original intent and the purpose of your life? നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യവും യഥാർത്ഥമായ ആന്തരിക ആഗ്രഹവും എന്താണ്? You are not made like a machine. You are something who can wear out, and your bones doesn't ache, your flesh doesn't give up. And then all this together, does it not speak to your mind that what are you doing? Are you a fool? പൗലോസ്, നിങ്ങളൊരു യന്ത്രമല്ല, നിങ്ങളൊരു മജ്ജയും മാംസമുള്ള മനുഷ്യനാണ്. അസ്ഥികൾക്ക് വേദനയുണ്ട്, മാംസത്തിന് വേദനയുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും നിന്നെ ആ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഏകാഗ്രതയോടെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? എൻ്റെ ചിന്തയ്ക്ക് കൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. You were a big man once and you have nothing. You don't even have a family. You have taken a decision like this and you are following, catching the air. That is what the people of this world must say. നീ ഒരിക്കലൊരു വലിയ മനുഷ്യനായിരുന്നു, അവന് കുടുംബമില്ല, ഒന്നുമില്ല, അതുകൊണ്ട് അവൻ എല്ലാം വിട്ടിട്ട് ഇപ്പോൾ യേശുവിനെ പിൻപറ്റുകയാണ് എന്ന് ലോകം പറഞ്ഞേക്കാം. No friends, but 2 things. അല്ല സുഹൃത്തുക്കളെ, 2 പ്രധാന കാര്യങ്ങൾ. His experience with his life encounter with Jesus. യേശു ക്രിസ്തുവുമായിട്ടുള്ള തൻ്റെ ജീവിതത്തിലെ നേരിട്ടുള്ള സന്ദർശനത്തിൻ്റെ അനുഭവങ്ങൾ. One live encounter with Jesus Christ of Nazareth. നസറായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ജീവിതത്തിലെ ഏക കണ്ടുമുട്ടൽ, ഒരൊറ്റ കണ്ടുമുട്ടൽ. He was an educated person. അദ്ദേഹം ഒരു വിദ്യാസമ്പന്നനായ ആളാണ്. He had his PhD under the greatest doctorate, the person called Gamaliel. ഗമാലിയേൽ എന്ന് വിളിക്കുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അധ്യാപകന്റെ കീഴിൽ പഠിച്ച ഒരു ഡോക്ടറേറ്റ് നേടിയ ആളാണ്. He had ships. He was owning them. അദ്ദേഹത്തിന് സ്വന്തമായ കപ്പലുകൾ ഉണ്ടായിരുന്നു. It was that in those days one of the highest, it's like airlines today. ഇന്ന് ഒരു പക്ഷേ വലിയൊരു എയർലൈനൊക്കെ സ്വന്തമായിട്ടുള്ള അത്രയും കപ്പാസിറ്റി ഉള്ള മനുഷ്യൻ. And the highest yielding business of those days, tent making. അന്നത്തെ ഏറ്റവും വലിയ വരുമാനം നേടാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് കൂടാരപ്പണി. How is it possible that this man stands and say that I count this all as garbage? എങ്ങനെ ഇങ്ങനൊരു മനുഷ്യന് നിന്നുകൊണ്ട് ഇതെല്ലാം ഞാൻ ചാവാറ് എന്ന് എണ്ണുന്നു എന്ന് പറയാൻ കഴിയും? Put all his property, put everything that he has. He has a big name in that Sanhedrin and everywhere. He was a known person, a champion for religion, great honor, great recognition. You're throwing away that everything. What did you receive? His life speaks of that. അദ്ദേഹത്തിൻ്റെ അന്തസ്സ്, അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആസ്തി നോക്കുമ്പോൾ, സന്നദ്ധൻ സംഘത്തിനകത്ത് അദ്ദേഹത്തിനുള്ള ശ്രേഷ്ഠമായ പദവി, ഇതെല്ലാം ഓർക്കുമ്പോൾ എങ്ങനെ ഇതെല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് യേശുവിൻ്റെ പിന്നാലെ ഒരു ദിവസം ഇറങ്ങി വരാൻ കഴിയും? When he's writing the epistle of Philippians, he's coming to the end of his journey and he's saying, ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ താൻ തൻ്റെ സുവിശേഷ യാത്രയുടെ അന്ത്യത്തിലെത്തുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്, I want to know him. എനിക്ക് ഇനിയും അവനെ അറിയണം. I want to know him. എനിക്ക് അവനെ അറിയണം. Meaning there is more to know him. അതിന്റെ അർത്ഥം ഇനിയും അവനെ അറിയാനുണ്ട്. Who is this man? ആരാണ് ഈ മനുഷ്യൻ? Visited heaven 3 times. സ്വർഗത്തെ 3 തവണ സന്ദർശിച്ചവൻ. Not the first or the second.
First or second heaven? ഒന്നോ രണ്ടോ സ്വർഗം, ഒന്നാമത്തെ രണ്ടാമത്തെ സ്വർഗമല്ല, The third. തേർഡ് ഹെവൻ, മൂന്നാം സ്വർഗം. Very abode of the King of Kings, the Lord of Lords, the Creator of the universe, where no one can yet peep into that. Oh, the white throne, everything, it was shown to him, not once, but not twice, but 3 times. What was happening there? ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്വർഗമല്ല, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഇരിപ്പിടമായ വെള്ളസിംഹാസനത്തിൻ്റെയും 1000 ദൂതന്മാരും സാറാബുകളും വസിക്കുന്ന ആ മൂന്നാം സ്വർഗത്തിൽ, ആർക്കെങ്കിലും ഒന്ന് ഒളിഞ്ഞു നോക്കാൻ പോലും ധൈര്യം കാണിക്കാത്ത ആ മൂന്നാം സ്വർഗത്തിൽ ഇവയെല്ലാം കണ്ട ആ മനുഷ്യൻ ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, 3 തവണ. And you have the audacity, Paul, to stand up and to decide when you are going to die. നിങ്ങൾ മരിക്കുമ്പോൾ പൗലോസ് നിന്നത് പോലെ പൗലോസ് ഡിസൈഡ് ചെയ്യുക മരിക്കേണ്ടി എപ്പോഴാണ്. പൗലോസ് തന്നെ തീരുമാനിക്കുകയാണ് ഞാൻ എപ്പോ മരിക്കണമെന്ന്. He's saying, I am about to be poured out like what? ഞാൻ Drink offering. ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. He's saying, I have no other any assignment left. I have done everything that was written, purposed about my Jesus Christ, whom he chose and he set apart and called me and sent me as an apostle. ഒരു അപ്പോസ്തലനായിട്ട് എന്നെ ജനനം മുതൽ വിളിച്ച് വേർതിരിച്ച് അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച കർത്താവായ യേശു എൻ്റെ മേൽ എഴുതി വെച്ച സകല നിയോഗങ്ങളും ലക്ഷ്യങ്ങളും പൂർണ്ണമായി ഞാൻ തികച്ചിരിക്കുന്നു, ഇനി ഒന്നും ചെയ്യാൻ ശേഷിക്കുന്നില്ല എന്ന് ധൈര്യത്തോടെ പൗലോസ് പറയുകയാണ്. One thing I can tell with great assurance, I don't know what your age is, but there is one thing common about everyone sitting here. ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, നിങ്ങളുടെ പ്രായം എത്രയെന്ന് അറിയില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, You have a heart നിങ്ങൾക്കൊരു വിശ്രമമുണ്ട്, and that passion, ആ അഭിവാഞ്ച, and you want to do that അത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. for him and him alone. അവന് വേണ്ടി മാത്രം. That is why you are here today, this day. അതുകൊണ്ടാണ് ഇന്നേ ദിവസം നിങ്ങൾ ഇവിടെ But I ആയിരിക്കുന്നത്. want to tell you something. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, You will fulfill every purpose that God has called you to do. കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്ന സകല ഉദ്ദേശങ്ങളും നിങ്ങൾ നിവർത്തിക്കും. But my prayer is എന്നാൽ എൻ്റെ പ്രാർത്ഥന, that his desire be your will, അവന്റെ ആഗ്രഹം നിന്റെ ഇഷ്ടമാകട്ടെ. because his perfect will is, that is the only thing. There is no other option. When he puts something in you and you make it your desire, it is his perfect will. Amen. അവന്റെ പരിപൂർണ ഹിതം അത് മാത്രമാണ്. ആ പൂർണ്ണഹിതത്തെ നിന്റെ അകത്താക്കുകയും നീ ആ പൂർണ്ണഹിതത്തെ നിന്റെ ഇഷ്ടമാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. That is how you bring down, even as Jesus said, you pray in this manner. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. യേശു പറഞ്ഞതുപോലെ ആ പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നത്. Hallowed be your name. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Your kingdom come. അങ്ങയുടെ രാജ്യം വരണമേ. Your will be done. അങ്ങയുടെ ഇഷ്ടം As it നിവർത്തിക്കപ്പെടണം. is in heaven. അത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. In and on this earth. ഈ ഭൂമിയിലും. In this earth. ഈ ഭൂമിയിൽ. On this earth. ഈ ഭൂമിയിലും. Amen. Amen. Because the entire this universe, this earth belongs to my Father. ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ഈ ഭൂമിയും എൻ്റെ പിതാവിനുള്ളതാണ്. And also the people. അതുപോലെ തന്നെ ജനങ്ങളും. They are already his. നമ്മൾ ഓൾറെഡി അവനുള്ളതാണ്. And that is the thing that Paul understood. അതാണ് പൗലോസ് മനസ്സിലാക്കിയത്. He was a master of scriptures. അദ്ദേഹം തിരുവെഴുത്തുകളുടെ ഒരു യജമാനനാണ്. He went one university to the other university learning the law. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് യേശുവിനെ കർത്താവിൽ നിന്ന് പഠിക്കാനായിട്ട്. His final PhD was under the feet of Gamaliel. അവസാനത്തെ PhD ഗമാലിയേലിന്റെ പാദത്തിങ്കലായി. He was successful. അദ്ദേഹം ജയിച്ചു. And there was something that convinced him. ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യമായി. To convinced him to go beyond a normal Pharisee.
ഒരു സാധാരണ പരീക്ഷനേക്കാളും അപ്പുറത്തേക്ക് പോവുക എന്നത് അദ്ദേഹത്തിന് ബോധ്യമായി. He was not on the right path of Jesus Christ of Nazareth. യേശു ക്രിസ്തുവിൻ്റെ ശരിയായ വഴിയിലായിരുന്നില്ല അദ്ദേഹം. But I will tell you a secret. പക്ഷെ ഒരു രഹസ്യം ഞാൻ പറയാം. You want to hear that? നിങ്ങൾക്കത് കേൾക്കാൻ It's very കൊതിയുണ്ടോ? simple. വളരെ ലഘുവാണ്. This is not complex or sophisticated. It is so simple. ഇത് വലിയ ആശയക്കുഴപ്പമുള്ളതോ ഭയങ്കര കാഠിന്യം കുഴഞ്ഞു മറിഞ്ഞ കാര്യമൊന്നുമല്ല, വളരെ ലഘുവാണ്. Jesus made it even more simpler. യേശു അതിനെ കൂടുതൽ ലഘുവാക്കി തീർത്തു. He's saying, blessed are those who are pure in heart, they will see God. ഓ, ഹൃദയത്തിൽ ദാരിദ്ര്യന്മാർ ഭാഗ്യവാൻ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. The pure in heart, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, they will see God. അവർ ദൈവത്തെ കാണും. Why? എന്തുകൊണ്ട്? Jesus came and he went. യേശു വന്നു, അവൻ He കടന്നുപോയി. tore the curtain from top to down. ആ തിരശീല മേൽ നിന്ന് താഴോട്ട് ചിന്തിപ്പോയി. It was not a single sheet. It was more than 4.5 to 6 inches thick. 10 bulls, both sides could never, put on both sides, could never. 4.5 അടിയും 6 ഇഞ്ചും 4.5 ഇഞ്ചിന്റെയും 6 ഇഞ്ചിന്റെയും കട്ടിയുള്ളതാണ്. 4.5 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ കട്ടിയുള്ള ആ തിരശീല ഒരു സാധാരണ നമ്മൾ കാണുന്ന പോലെ ചെറിയൊരു കർട്ടനല്ല, അത്രയും ഘനമേറിയ കർട്ടൻ. It is interwoven. അത് മാത്രമല്ല, എംബ്രോയിഡറി തയ്യലുകൾ തുന്നിച്ചേർക്കപ്പെട്ടതാണ്. Ram's hair, not the normal, thread. സാധാരണ നൂലുകൊണ്ടല്ല, തകശുതോലിന്റെ It's all those stuff. നൂലുകൊണ്ട്, പിരിച്ച പഞ്ഞി നൂലുകൊണ്ട്. But എന്നാൽ the power of resurrection, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, the same power, അതേ ശക്തി that rose Jesus from the dead, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ എഴുന്നേൽപ്പിച്ച ശക്തി tore the curtain. ആ തിരശീലയെ കീറിക്കളഞ്ഞു. Tore the curtain. തിരശീലയെ കീറി. And there was something else that happened. മറ്റൊന്നും കൂടെ അവിടെ There സംഭവിച്ചു. is something else that the word says. വചനം ഇങ്ങനെ മറ്റത് കാര്യങ്ങൾ Not പറയും. only the stone was rolled, ആ പാറ ഉരുണ്ടുപോയത് മാത്രമല്ല, കല്ലറ, and the curtain tore. ആ തിരശീല കീറി. But I want to share with you Romans 8:11. Can you read it once again? എന്നാൽ റോമർ 8:11 കൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എന്ന് വായിക്കാവോ? Come on, read it loud and boldly. ഉറക്കെ ധൈര്യത്തോടെ വായിച്ചാട്ടെ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് Yes. നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ Oh, come on. Amen. നിങ്ങളുടെ മർത്യശരീരങ്ങളെയും Oh, come on. That electrifies, empowers, equips to fulfill every of your assignment on the face of this earth, and not a single hair shall be harmed. You will do everything. ആ ശക്തിയാണ് നിന്നെ ശക്തിപ്പെടുത്തുന്നത്, നിന്നെ പ്രചോദിപ്പിക്കുന്നത്, നിന്റെ മേൽ വിളിക്കപ്പെട്ട സകല ദൈവിക ഉദ്ദേശങ്ങളെയും ഈ ഭൂമുഖത്ത് പൂർണ്ണമാക്കേണ്ടവന് നിന്നെ ബലപ്പെടുത്തുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാണ്. And if you are an elderly person, elderly woman, ഒരുപക്ഷെ നിങ്ങൾ പ്രായാധിക്യമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആകാം. if somebody is here of 90 years and 99 years, ഇവിടെ ഒരു 90-95 വയസ്സുള്ള ആൾ നിങ്ങളോട് ഉണ്ടാകാം. the Lord in His Old Testament and also about Zechariah, He has showed us something. You still bear fruit. You can still give birth to generations. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ആ ദൈവം ആ സെക്കര്യാവിനെ, അത്രയും പ്രായാധിക്യം ചെന്ന സെക്കര്യാവിന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ തക്കവണ്ണം ശക്തി നൽകിയതുപോലെ, ഫലമുള്ളവനാക്കി തീർത്തതുപോലെ നിങ്ങളും തലമുറകളെ ജനിപ്പിക്കത്തക്ക വിധത്തിൽ ഫലപുഷ്ടിയുള്ളവരായി മാറും. But the key is, it was not any John, it was John the Baptist. ആ താക്കോൽ എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു യോഹന്നാനല്ല, സ്നാപകനായ യോഹന്നാൻ. Hallelujah. Hallelujah. To prepare the highway for Jesus Christ of Nazareth to be revealed to the church. നസറനായ യേശു ക്രിസ്തുവിന് വേണ്ടി, യേശു ക്രിസ്തുവിനെ സഭയിൽ വെളിപ്പെടുത്തേണ്ടതിന് ഒരു വിശാല വഴി മരുഭൂമിയിൽ ഒരുക്കേണ്ടവന്. And Abraham, you are 99, and Sarah, you are 90. The Lord hid you and kept you for a purpose.
അബ്രഹാമേ നിനക്ക് 99 സാറയ്ക്ക് 90 വയസ്സുമായി. പക്ഷേ കർത്താവ് നിങ്ങളെ മറച്ചു വെച്ചു ഒരു വലിയ ഉദ്ദേശത്തിന്റെ നിവർത്തിക്ക് വേണ്ടി. They had to bring forth Isaac. അവർക്ക് ഇസ്ഹാക്കിനെ അവർ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. ദാവീദിനെ, and then the entire generation, അതിനുശേഷം ആ തലമുറയെ മുഴുവൻ, for the Messiah to be born. മെസ്സിഹായ്ക്ക് വഴിയൊരുക്കേണ്ടതിന്. Oh, to them for the Messiah to be born. അവർക്ക് വേണ്ടി ആ മെസ്സിഹ ജനിക്കേണ്ടതിന്. My friends, don't ever doubt. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. He knows who you are. നിങ്ങൾ ആരെന്ന് അവൻ അറിയാം. He knows who you are. നിങ്ങൾ ആരെന്ന് അവൻ അറിയാം. He knows your timing. നിങ്ങളുടെ സമയങ്ങളെ അറിയാം. A sudden visitation, ഒരു പെട്ടെന്നുള്ള സന്ദർശനം. but whatever is already revealed, go and do it. Keep doing it. ഓൾറെഡി മുന്നമേ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടത് ചെയ്തുകൊണ്ടേയിരിക്കുക. And more will add on. കൂടുതൽ അവനോട് It is കൂട്ടിച്ചേർക്കപ്പെടും. not sitting somewhere like a consumer from one fasting prayer to the other fasting prayer. You know, one day what happened? We started our Bible school in 2002, 6 months Bible school, and you know the students came. We had no place. It was in our residence. 50 in the morning, 55 in the evening. നിങ്ങൾ ഈ എല്ലാ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ വന്ന് കേൾക്കുന്നു, അടുത്ത ഫാസ്റ്റിംഗ് പ്രയറിൽ വന്ന് കേൾക്കുന്നു. ഇങ്ങനെ ഉപഭോക്താക്കളെ പോലെ മാത്രം ഇരിക്കാതെ 2002 ഞങ്ങൾ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. അതിന് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ തന്നെ രാവിലെ ഒരു 50 പേര്, വൈകുന്നേരം ഒരു 50 പേര് ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്. Total like 110 people. മുഴുവൻ മൊത്തം 100 പേര് People from our church. ഞങ്ങളുടെ സഭയിൽ നിന്നുള്ളവർ. So now the teachers are teaching. ഇപ്പോൾ അധ്യാപകർ പഠിപ്പിക്കുകയാണ്. And 20 minutes break. 20 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. And I'm so much rejoicing. What more a pastor has, you know, when everything is going so well, the people are being blessed with the word. I was at the top of the world at that time. എനിക്ക് ഭയങ്കര തൃപ്തിയായി. ഒരു പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എല്ലാം നന്നായി പോകുമ്പോൾ, പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ജനങ്ങൾ സന്തോഷത്തോടെ കേൾക്കുമ്പോൾ, അതുപോലെ സന്തോഷം നൽകുന്ന വേറൊന്ന് ലോകത്തിൻ്റെ മേൽക്കുരയിൽ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യും. Can I just put my hands here like this? എന്നോട് പറയല്ല, അങ്ങനെ പിടിച്ചെന്ന് പറയല്ല. But Holy Spirit came. And he held me like this. He said, don't rejoice too much. He said, don't be happy. എന്നെ കഴുത്തിന് പിടിച്ചു പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി അങ്ങ് സന്തോഷിക്കണ്ട. കഴുത്തിന് പിടിച്ചില്ല means, you know, it was that I want you to understand. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. He said, don't be so happy. ഒത്തിരി സന്തോഷിക്കണ്ട. That shocked me. അതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. I said, you know, I kept silent. ഞാൻ നിശബ്ദനായി. Holy Spirit said, son, they will sit here like 25 years learning the word. Consumers make them producers. ഇവർ ഇങ്ങനെ തന്നെ 25 വർഷം വചനം പഠിച്ചുകൊണ്ടേയിരിക്കും. ഉപഭോക്താക്കളെ പോലെ for 25 years. അവർ 25 വർഷം ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ അവനെ നിർമ്മാതാക്കളാക്കി മാറ്റണം. ഉപഭോക്താക്കളാക്കിയിട്ടില്ല, നിർമ്മാതാക്കളാക്കി മാറ്റണം. More and more teaching, more and more learning, acquiring knowledge from one place to other. They will always want to have more. You know, that is a deception. ഈ കൂടുതൽ അറിവ് പഠിച്ച് 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 കാലങ്ങൾ കഴിഞ്ഞു പോകുന്നത് അത് തന്നെ ഒരു വഞ്ചനയാണ്. But what you learned in the morning, go and share and teach at least one in the daytime. അതെ, രാവിലെ നിങ്ങൾ പഠിക്കുന്നത് അന്നത്തെ ദിവസം തീരുന്നതിന് മുമ്പ് ഒരാളോടെങ്കിലും അത് ഷെയർ ചെയ്യുക, അത് പങ്കുവെക്കുക. You come to the church, Sunday service, you listen to the message and you pray, Lord, I want to share this to someone. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നു, കർത്താവിന്റെ സന്ദേശം കേൾക്കുന്നു. നിങ്ങൾ പറയണം, കർത്താവേ എനിക്കിത് ആരോടെങ്കിലും പങ്കുവെക്കണം. You ask for one, the Lord will give you 5. കർത്താവ് ഒന്നിനു വേണ്ടി ചോദിച്ചാൽ നിങ്ങൾക്ക് 5 തരും. Amen. ആമേൻ. You know what? നിങ്ങൾക്കറിയാമോ, Teaching is the best way to learn. പഠിപ്പിക്കലാണ് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി. Once you are taught 5 people, that is engraved in your heart. നീ 5 ആളുകളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവെച്ച അക്ഷരങ്ങൾ പോലെ അത് മാറും. The word will never leave your mouth and your heart. ആ വചനം ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോകത്തില്ല. But just don't be the blow loudspeaker. Let it work in you first. Make it your experiential knowledge and share it
along with your knowledge, അത് experience. വെറുതെ ഒരു ഉച്ചഭാഷണ വിളിച്ചു പറയുന്നത് പോലെ അല്ല. ആദ്യം അത് നിന്റെ ഹൃദയത്തിനകത്ത് നീ സ്വീകരിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അനുഭവവേദ്യമാക്കുക, നിങ്ങളതിനെ പ്രായോഗികമാക്കുക, അനുഭവത്തിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവരെ You പഠിപ്പിക്കുക. know why? Because after you taught, you will forget, but those you taught will remember. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സാധനം മറന്നു പോവും, പക്ഷെ പഠിച്ചവരത് മറക്കത്തില്ല. So that will not be our practice. അതാകരുത് നമ്മുടെ Paul's practice was not that. പൗലോസ് അങ്ങനല്ല പരിശീലിച്ചത്. He experienced something. അവൻ ചിലത് അനുഭവിച്ചു. He speaks to King Agrippa and the others who were sitting there that I never let go of my vision in Acts 26 and verse 19. അപ്പോസ്തല പ്രവൃത്തി 26:19 അദ്ദേഹം അഗ്രിപ്പ രാജാവിനോട് പറയും, അഗ്രിപ്പ രാജാവേ, എൻ്റെ ദർശനത്തോട് ഞാൻ വഞ്ചന കാണിച്ചിട്ടില്ല. I held and I still carry ഞാൻ that. ആ ദർശനത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. I was not disobedient to the vision ഞാൻ ആ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. from heaven. സ്വർഗത്തിൽ നിന്നുള്ള ആ ദർശനം. Do you think Paul was on a wrong track? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പൗലോസ് ഒരു തെറ്റായ പാതയിലൂടെയാണെന്ന്? If God had not saved him till that last moment, the devil enemy could have come and dislodged him. It is my private thought. കർത്താവ് അവനെ ആ അവസാന നിമിഷങ്ങളിൽ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ പിശാച് അവനെ വേറെ വഴിയെ തെറ്റിച്ചു There could കൊണ്ടുപോയി. have been distractions that would come. അവിടെ ഒത്തിരി ശ്രദ്ധ മാറിപ്പോകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. I was an athlete and I was going through, zonal and national, and I was doing so well. The coach that I had in Punjab, was the one who accompanied Milkha Singh in 1950 Olympics. He was doing the 400-meter hurdles, but he fell down and he lost one eye. Then he couldn't do there anything, And then he was my coach in 1976. 1950 പഞ്ചാബിൽ മിൽഖ സിംഗിനൊപ്പം ഒളിമ്പിക്സിൽ മത്സരിച്ച ഒരാളായിരുന്നു ഞാൻ. അത്ലറ്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ കോച്ച്. അദ്ദേഹം 400 മീറ്റർ ഹഡിൽസ് മത്സരത്തിനിടയ്ക്ക് താഴെ വീഴുകയും അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന് അതുകൊണ്ട് പിന്നീട് മുൻപോട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. 1976 അദ്ദേഹമായിരുന്നു എൻ്റെ കോച്ച്. He personally coached me. അദ്ദേഹം എന്നെ വ്യക്തിപരമായി പരിശീലിപ്പിച്ചു. And he knew that I am going to hit the target one day. അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഒരു ദിവസം ആ ലക്ഷ്യത്തെ മറികടക്കും. Had it not been for the muscle tear that happened before the inter-university, it happened before the school meets, all at the highest level, I would not have been here today. ഇന്റർ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ചാമ്പ്യൻഷിപ്പിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് മസിലിന്, ഹാംസ്ട്രിങ് മസിലിന് പ്രശ്നമുണ്ടായി. ഇതേ സംഭവം എനിക്ക് സ്കൂളിലും വെച്ചും ഉണ്ടായി. Every big meet, വലിയ വലിയ മീറ്റുകളിൽ പങ്കെടുക്കുന്നതിന് മുൻപ് I had no regrets about that. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു വിഷമവുമില്ല. No problem. കുഴപ്പമില്ല. Because in sportsman spirit, you lose, it doesn't matter, you win, you don't just jump up and down, you go to the next and you train yourself for the next one. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് പല നഷ്ടങ്ങൾ ഉണ്ടാകാം, പല മീറ്റുകൾ മിസ്സായെന്ന് വരാം. നമ്മളത് അതിനെ കളഞ്ഞിട്ട് പിന്നെയും പരിശീലിക്കും. അടുത്ത മീറ്റിന് വേണ്ടി നമ്മൾ തയ്യാറാവുകയും You get healed, you get ready, you go for the other one even better than before. നിങ്ങൾ സൗഖ്യമാകും, വീണ്ടും പരിശീലിക്കും, നേരത്തെ നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നിനു വേണ്ടി നിങ്ങൾ വീണ്ടും തയ്യാറെടുക്കും. My friends, what was it that was driving Paul? എൻ്റെ സ്നേഹിതരെ, പത്രോസിനെ മുൻപോട്ട് നയിക്കുന്ന ആ ശക്തി എന്താണ്? Had he not been, പൗലോസിനെ. yes, had he not been such an angry and a violent person, the Pharisees would never give ear to him. പരീശന്മാര് തന്നെ കേൾക്കാൻ പറ്റാത്ത വിധം അത്രയധികം കോപിഷ്ഠനും അഗ്രസീവുമായൊരു മനുഷ്യനായിരുന്നില്ലേ? They would never give him their attention if he was a normal fellow. ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ പരീശന്മാര് അദ്ദേഹത്തിന്റെ വാക്കുകളെ തള്ളിക്കളയാനോ അദ്ദേഹത്തെ കേൾക്കാനോ പറ്റാത്ത ഒരാളായി പോയേനെ. They wanted no more assurance that what he saw is the truth. അദ്ദേഹം കണ്ടത് സത്യമാണെന്നുള്ള മറ്റൊരു ഉറപ്പും അവർക്കില്ല. I tell you, there must be no one of the religious teachers who were not convinced to the core of their heart. അവരുടെ ഹൃദയത്തിന്റെ ആന്തരിക സത്യത്തെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു പരീശന്മാരുമില്ല.
What about Samaritan woman? സമര്യക്കാരിയായ സ്ത്രീയെ സംബന്ധിച്ച് എന്താണ്? We don't know. നമുക്കറിയില്ല. But let us imagine. പക്ഷെ നമുക്കൊന്ന് സങ്കല്പിക്കാം. If it was not in a positive way, അതൊരു her life was നല്ല not so good. വിധത്തിലല്ലെങ്കിലും അവളുടെ ജീവിതം ഒരു മോശമായ വഴിയിലായിരുന്നു. And if she changed, അവൾ മാറിയെങ്കിൽ, if she changed, അവൾ മാറിയെങ്കിൽ, and one word out of her mouth അവളുടെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക് brought the entire city to Jesus in one day. ആ പട്ടണത്തിലെ മുഴുവൻ ആളുകളെയും ഒരു ദിവസം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. What I am trying to say is this. What am I trying to establish? ഇന്ന് പകൽ ഞാൻ ഇവിടെ സ്ഥാപിക്കാൻ, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? In the eyes of people around you or the church or where in the marketplace, you may be old or you may be not so good. You go out from the church but you go into the wayward ways and your association is with not good people. Let me tell you, if you are born into and you are in Jesus and you have a parent, if you are a young person, if you are an elderly person, whoever you are, if you are praying, interceding before God for your generation, they will stand up tall and they will never miss the mark. They will be known even as Paul, even as many who they will no, because if you have a promise, you have something within you, your seed will never go wayward. നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ വന്നിരുന്നിട്ട് കേട്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ പല വഴികളിലൂടെ നിങ്ങൾക്ക് പോകേണ്ടി വന്നേക്കാം, പല സൗഹൃദ വലയങ്ങളിൽ നിങ്ങൾക്ക് അകപ്പെടേണ്ടി വന്നേക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ലോകം നിങ്ങളെ കാണുന്നത്, നിങ്ങളുടെ സമൂഹം നിങ്ങളെ കാണുന്നത് ഒരു നല്ല ആളായിട്ടായിരിക്കത്തില്ല. നിങ്ങൾ ഒരുപക്ഷെ പ്രായാധിക്യമുള്ള ആളോ ചെറുപ്പക്കാരനോ ഒരു അപ്പനമ്മയോ ഉള്ളവരോ ഇല്ലാത്തവരെ ആരുമാകട്ടെ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം ഒരു തലമുറ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എഴുന്നേൽക്കും, നിങ്ങളുടെ മധ്യസ്ഥതയുടെ ഫലമായി ഒരു തലമുറ എഴുന്നേൽക്കും. നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ ഒന്നും നഷ്ടമാവുകയില്ല. Your seed will not go wayward. നിങ്ങളുടെ വിത്ത് നഷ്ടമായി പോകത്തില്ല. No, whatever it is. എന്തുമായി കൊള്ളട്ടെ. Maybe you are thinking hopeless. People are saying hopeless. No, it is time. God is speaking to someone here. I don't know, 3 years. 3 years. ജനങ്ങൾ നിങ്ങളെ കുറിച്ച് പ്രത്യാശയില്ലായ്മ പറയുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഹോപ്പ്ലെസ് ആയിരിക്കാം. പക്ഷേ ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, 3 വർഷങ്ങൾ. Dear father and mother or whoever you are, grandparents, you will see your generation saved and they will be used by God to bring about hundreds and thousands into Jesus. പ്രിയ പിതാവേ, മാതാവേ, ആമേൻ, മുത്തശ്ശൻ ആരുമായി കൊള്ളട്ടെ, 3 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ വിതച്ച വിത്ത്, നിങ്ങളുടെ തലമുറ എഴുന്നേറ്റുന്ന കർത്താവിന്റെ മഹത്വം ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. There is something you need to do. ഇന്ന് ചിലത് ചെയ്യാനുണ്ട്. There is something you need to do. നിങ്ങൾ ചെയ്യേണ്ട ചിലതുണ്ട്. When we see the hopeless ways, ആ നിരാശാജനകമായ വഴികളെ നമ്മൾ കാണുമ്പോൾ, don't say that this fellow will never get right. പറയരുത് ഇവൻ ശരിയാകത്തില്ല എന്ന്. No, അങ്ങനല്ല. Go before Jesus. കർത്താവിന്റെ മുൻപിൽ ചെല്ലുക. Tell him that I am a righteous man. പറ, ഞാനൊരു നീതിമാനായ മനുഷ്യനാണ്. നീതിമാന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവം എന്ന വചനമുണ്ടെങ്കിൽ, യെസ്, അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ആമേൻ. നീതിമാന്റെ ആഗ്രഹങ്ങൾ ഉള്ളി വരുന്നത് ദൈവത്താൽ വരുന്നതാ. യെസ്. Philippians 2:13, 12 and 13. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. Oh, come on. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുമുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. You know, if we read the expanded version, it is God who puts his perfect will into your heart. You said it so well, brother. You know, it is he who puts his perfect will into our heart and we don't even know. We think it is our desire. It is my prayer and we pray and the answer comes down in the name of Jesus. ഈ വാക്യത്തിന്റെ വിശദീകരണം വേഷൻ നമ്മൾ വായിക്കുമ്പോൾ
ദൈവമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ തൻ്റെ സമ്പൂർണ്ണ ഹിതത്തെ ആഗ്രഹമായി ഉള്ളിൽ നിക്ഷേപിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ആഗ്രഹമാണ്, നല്ല ദൈവം തൻ്റെ ഇഷ്ടത്തെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമായി നിക്ഷേപിക്കുകയും ആ ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യും. So what do I parent and as a grandparent I do? I come as one with God. അതുകൊണ്ട് ഒരു അപ്പനായിട്ട് ഒരു അപ്പൂപ്പനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ദൈവത്തിന്റെ മുൻപാകെ I am going to download His perfect will for my child and my grandchild, and I will prophesy over them. എൻ്റെ സ്വർഗപിതാവിൽ നിന്ന് അപ്പൻ്റെ സ്വർഗീയ ഇഷ്ടങ്ങളെ എൻ്റെ പേരക്കുട്ടികളെ കുറിച്ച് എൻ്റെ മക്കളെ കുറിച്ചുള്ള ഹിതങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. Maybe when you are prophesying for the first 2 weeks, the person whom you are praying for will come back in his worst condition. ഒരുപക്ഷെ ആദ്യത്തെ 1-2 ആഴ്ച നിങ്ങൾ ആ പ്രവചനം ആ പൈതലിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അവൻ അതിനേക്കാൾ നേരത്തെ ഇരുന്നതിനേക്കാൾ മോശമായ ഒരു നിലയിലായിരിക്കാം തിരികെ വരുന്നത്. What will you do? നിങ്ങൾ എന്ത് ചെയ്യും? You will stand there, rise up, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് say, get out devil. സാത്താനെ പുറത്തു പോ. Get out devil. സാത്താനെ എന്നെ വിട്ടുപോ. Your place is right here. നിന്റെ സ്ഥലം ഇവിടെയാണ്. Not on the head of my generations. എൻ്റെ തലമുറയുടെ തലയിലല്ല. No. I have authority. എനിക്ക് അധികാരമുണ്ട്. When Jesus died, യേശു മരിച്ചപ്പോൾ He took away all your stars. അവന്റെ എല്ലാ ആയുധങ്ങളെയും നക്ഷത്രങ്ങളെയും അവൻ വലിച്ചു പറിച്ചു. He disarmed you. അവനെ ആയുധവർഗം വെപ്പിച്ചു. Made a public spectacle of you. അവനെ പരസ്യ കോലമാക്കി മാറ്റി. And whatever you are standing against in my generation, for my child, my grandchild, the Lord Jesus has wiped away those handwritings and He has nailed it to the cross. Get out with your lie. I don't agree with you. I prophesy over my generations. They will stand up for Jesus. My generation is with the incorruptible seed of the living God. എൻ്റെ തലമുറയ്ക്കെതിരെ പിശാചേ നീ എഴുതി വെച്ചത്, എൻ്റെ മക്കൾക്ക് വിരോധമായി പേരക്കുട്ടികൾക്ക് വിരോധമായി നീ എഴുതി വെച്ചത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അവൻ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞിട്ട് നിന്നെ സർവായുധവർഗം വെപ്പിച്ചു. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കും. എൻ്റെ തലമുറ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി എഴുന്നേൽക്കും. ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു, എന്നെ വിട്ട് എൻ്റെ തലമുറയെ വിട്ട് മാറിപ്പോക. If Jesus said, no one can snatch you from my hands, no one can snatch you from my Father's hand, how will your seed which is in you, in the hands of God, His Son Jesus, snatch away? യേശു പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയില്ല. എൻ്റെ പിതാവ് തന്നതിനെ അവൻ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവമിട്ട നിങ്ങളുടെ തലമുറകളെ, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ തലമുറകളെ ആർക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ സാധിക്കും? ഇല്ല, അത് ഒരിക്കലും സാധ്യമല്ല. Everyone whom you shared the gospel and they were born into the kingdom of God, no one can be touched. സുവിശേഷം പങ്കുവെക്കുന്ന നിങ്ങൾ എല്ലാവരും ദൈവരാജ്യത്തിൽ ജനിച്ചവരാണ്. നിങ്ങളെ ഒരു പിശാചിനും തൊടാൻ കഴിയത്തില്ല. Amen. Hallelujah. 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 Can you tell devil, I will not hand over my baby to you? പിശാചിന്റെ മുഖത്തോക്ക് പറ, എൻ്റെ കുഞ്ഞിനെ നിന്റെ കയ്യിൽ ഞാൻ തരത്തില്ല. He is my child. He is child of the living God. അവൻ എൻ്റെ കുഞ്ഞാണ്, ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാണ്. If that one person is your husband, if that one person is your wife, if that one person is your cousin, if that is anyone, stand up for them. Just stand up in prayer and faith for them. Not here. Please sit down. Stand up within. ആ ഒരു വ്യക്തി നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ബന്ധുവോ ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. പ്രാർത്ഥനയിൽ, മധ്യസ്ഥതയിൽ, അധികാരത്തോടെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. വിശ്വാസത്തോടെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. Draw a circle, a line. ഒരു വൃത്തം വരയ്ക്കുക. By the blood of Jesus. യേശുവിന്റെ രക്തത്താൽ.
the Lord will bring them back. അവരെ കർത്താവ് തിരിച്ചു കൊണ്ടുവരും. I have seen not one, not two, many stories. ഞാൻ ഒന്നോ രണ്ടോ അല്ല, ധാരാളം കഥകൾ, സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. Please sit down for 2 minutes. 2 മിനിറ്റ് നിങ്ങൾ ഇരുന്നാട്ടെ. Listen to this. ഇത് ശ്രദ്ധിച്ചാട്ടെ. I am standing before you ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ് because of the prayer of my mother. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന നിമിത്തം. When I was 13, I started business. 13-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ബിസിനസ് ആരംഭിച്ചു. What business? എന്ത് ബിസിനസ്? I went with somebody, where a place where you don't have to pay tax. I purchased 2 packets of Paris sweets. ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ലാത്ത സ്ഥലത്ത് 2 പാരീസ് സ്വീറ്റ് ഞാൻ വാങ്ങി, 2 പാക്കറ്റ്. 1970. 1970. And went and sold that, made 40 rupees. അതിനെ കൊണ്ടുപോയി വിറ്റു, 40 രൂപ ഉണ്ടാക്കി. 80 rupees. 40 80 My father was receiving a salary of 350 rupees. എൻ്റെ അപ്പന് 350 രൂപ ശമ്പളമാണ് ഉണ്ടായിരുന്നത്. 80 rupees in a day. ഒരു ദിവസം 80 രൂപ. There it started. അങ്ങനെ ഞാൻ ആരംഭിച്ചത്. One thing I realized, if you want to live on the face of this earth, you need money. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഭൂമുഖത്ത് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. I was never a lover of money. ഞാൻ ഒരിക്കലും ഒരു ദ്രവ്യാഗ്രഹിയല്ല. No. ഒരിക്കലും അല്ല. Coming, വരുന്നു, spending. ചെലവാക്കുന്നു. Means, in a good way. നല്ല വഴിയിൽ. So my mother used to say, see, I died when I was, I happened to die. My mother tells me. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ മരിക്കേണ്ടതായിരുന്നു. I മരിച്ചുപോയി. 18-ാം ദിവസത്തിൽ ഞാൻ മരിച്ചുപോയ ആളാ. 18-ാമത്തെ ജനിച്ച് 18-ാമത്തെ ദിവസം മരിച്ചുപോയ ആളാ. എൻ്റെ അപ്പച്ചൻ വന്ന് കണ്ണ് തിരുമ്മി അടച്ചിട്ട് നിലവിളിച്ച് പെട്ടിയൊക്കെ ഒരുക്കാൻ പോയി. ഒത്തിരി മണിക്കൂർ കഴിഞ്ഞ് 1957 സ്റ്റോറിയാ. 1957 കഥയാണ്. തിരിച്ചു വന്നു. My mother would not give up. എൻ്റെ അമ്മ വിട്ടുകൊടുത്തില്ല. My mother would not give up. എൻ്റെ അമ്മ വിട്ടുകൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. She came to a point, she said, Lord, if you give life to this child. അമ്മ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ കുട്ടിക്ക് നീ ആയുസ്സ് കൊടുക്കുമെങ്കിൽ I will never own him. അവനെ ഞാൻ എൻ്റെ സ്വന്തമാക്കുകയില്ല. I will be a maid servant unto you, take care of him and give it to you. ഞാൻ ഒരു അങ്ങയുടെ ദാസിയായി നിന്നുകൊണ്ട് അങ്ങേക്ക് അവനെ നൽകും. And she got a level of faith. And she spoke a word, and she tells me, Magne, aa samayathu നിന്റെ കണ്ണുകളുടെ പോള അനങ്ങാൻ തുടങ്ങി. Your eyelids were fluttering at that time and I came back to life. അവര് ഒരു വിശ്വാസത്തിന്റെ ഒരു തലത്തിലെത്തി. എന്നെ നോക്കി ചിലത് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. അമ്മ പിന്നിനോട് പറഞ്ഞു, അമ്മ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ നിമിഷം എൻ്റെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി, ചിമ്മാൻ തുടങ്ങി. Eyelids were battling. എൻ്റെ കൺമിഴികൾ ചിമ്മാൻ തുടങ്ങി. My friends, you are a parent, you are a mother, you are a grandfather, grandmother. Your children will not be taken away. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, I speak from this experiential knowledge. But I started to have factory. I made a target that while I am 20 years or less than 25 years, I will make 50 lakhs in those days. And then I will retire. Invest that money. See? And I was very close to that. If the call and the purpose, the change of God had come a day later, I would be in a biggest business as ever and would never turn back. Amen. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളൊരു അപ്പനാകാം, അമ്മയാകാം, അപ്പൂപ്പനാകാം, അമ്മുമ്മയാകാം. നിങ്ങളുടെ തലമുറയെ നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. പിശാച് അതിനെ പിടിക്കത്തില്ല. എനിക്ക് ഏകദേശം 25 വയസ്സുള്ളപ്പോൾ ഞാൻ 2 ഫാക്ടറി ആരംഭിച്ചു. 1970 കഴിയുന്നതിന് മുൻപ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കൊണ്ട് 50 ലക്ഷത്തോളം വരുമാനം ഉണ്ടാകുന്ന നിലവാരത്തിൽ എൻ്റെ ബിസിനസ് വളരാൻ തുടങ്ങി. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. കർത്താവിന്റെ വിളി എന്റെ മേൽ വന്നപ്പോ ആ ബിസിനസ് എല്ലാം വിട്ടിട്ട് കർത്താവിന്റെ വേലയ്ക്ക്. എന്തുകൊണ്ടാണെന്നറിയാമോ? One day my mother said, son, I have dedicated you to my Lord Jesus. ഒരിക്കൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണ്. She said that all the time, but I never cared. പലപ്പോഴും എല്ലായ്പ്പോഴും അമ്മ പറയും, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. No, I was a Maryada Papi Vesi. It was not very bad, very gentle and in that way it was fine.
One day she said, ഒരു ദിവസം അമ്മ പറഞ്ഞു, I will not speak to you again about this, but I will fast and pray. ഞാൻ ഇനി നിന്നോട് ഇതിനെക്കുറിച്ച് പറയത്തില്ല, പക്ഷേ ഞാൻ ഉപവസിക്കും, പ്രാർത്ഥിക്കും. I will show you what happened that day. ആ ദിവസം എന്താ സംഭവിച്ചെന്ന് ഞാൻ കാണിക്കാം. ഇങ്ങനെ മുട്ടാടി. മുട്ട് ആടാൻ തുടങ്ങി. The word she said, she is a woman who paid the price. She carried me for 9 months within. അവരൊരു സ്ത്രീയാണ്. 9 മാസം എന്നെ അവർ She gave me ചുമന്നതാണ്. birth. എനിക്ക് അവർ ജന്മം നൽകി, ഒരു വില കൽപ്പിച്ചു. Now the travail that Paul says in Galatians 4:19, that again I travail for you. പ്രസവ വേദന കൊള്ളുന്നു. പൗലോസ് ഗലാത്യ ലേഖനം 4:19 പറഞ്ഞതുപോലെ, ഞാൻ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ മക്കളെ എന്നുള്ളതുപോലെ ഒരിക്കൽ അമ്മ പ്രസവവേദനപ്പെട്ടു. So that അതുകൊണ്ട് Christ may be full, formed in full within you. ക്രിസ്തു നിങ്ങളിൽ 4:19 of 4:19. yes, Galatians 4:19. It says, and again now I am in travail. ഞാൻ ഇപ്പോൾ വീണ്ടും അതേ പ്രസവവേദനപ്പെടുന്നു. My dear children, for whom I am again in the pains of childbirth. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. The day they received Jesus, he was in travail. അവർ യേശുവിനെ സ്വീകരിച്ച ദിവസം അവൻ പ്രസവവേദനയിലായിരുന്നു. But then they were going here and there അതിനുശേഷം അവര് പിന്മാറ്റത്തിലേക്ക് in their commitment, and it was not up to the mark. അവരുടെ സമർപ്പണം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയില്ല. Paul did not go after them with a stick. He is traveling. പൗലോസ് അവരുടെ പുറകെ വടിയും കൊണ്ടുപോയില്ല. That is what my mother said. അദ്ദേഹം വേദനപ്പെടുകയായിരുന്നു. No more of instructions to you. ഇനി ഒരു മാർഗനിർദ്ദേശവും ഇല്ല. I'm going to fast and pray. ഞാൻ ഫാസ്റ്റിംഗും I know this mother prayed and the life came back to my dead body. എനിക്കറിയാം എൻ്റെ അമ്മ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ മരിച്ചുപോയ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നതെന്ന്. That day my knees shook. എൻ്റെ മുഴങ്കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. You know what? നിങ്ങൾക്കറിയാമോ, my thing left me and something was taking over. എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ സ്വന്തമായിരുന്ന എല്ലാം എന്നെ വിട്ടുപോയിട്ട് വേറൊന്ന് എന്നെ കീഴ്പ്പെടുത്തി. You have to understand the spiritual authority. ആ ആത്മീക അധികാരത്തെ നിങ്ങൾക്ക് മനസ്സിലാകും. I can explain you. ഞാനത് വിശദീകരിക്കാം. When Joseph is standing before the king, ജോസഫ് രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, he gave the interpretation of the dream. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹം നൽകി. But then he is giving instruction to the king. എന്നിട്ട് രാജാവിന് നിർദ്ദേശങ്ങളും നൽകുകയാണ്. My friends, no one come out of that palace alive if you say a word more than what you are asked to. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ആ കൊട്ടാരത്തിൽ നിന്ന് നിന്നോട് ചോദിച്ചതിനപ്പുറത്ത് ഒരു വാക്ക് പറഞ്ഞാൽ ഒരു മനുഷ്യന് ജീവനോടെ പുറത്തു വരത്തില്ല. Nehemiah was not supposed to come before the king with a sad face. നെഹമ്യാവ് രാജാവിന്റെ മുമ്പിൽ ദുഃഖമുഖത്തോടെ വരുവാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല. Before your king, നിന്റെ രാജാവിന്റെ മുൻപിൽ he is taking care of everything. അവനാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. No unpleasantness before him. ഒരിക്കലും മുഖത്തൊരു പ്രസന്നമില്ലായ്മ ഉണ്ടാകരുത്. He will be beheaded. അവൻ ശിരച്ഛേദം ചെയ്യപ്പെടും. But when there was total silence in that palace, Joseph went ahead with instructions. King, find out able men, set a person officer above everything, and then do like this, 20% of everything, build garrisons and do. You are talking to king like that? No one goes out alive. രാജകൊട്ടാരത്തിന്റെ ദർബാർ മുഴുവൻ നിശബ്ദതയിൽ നിൽക്കുമ്പോൾ ജോസഫ് രാജാവിനോട് പറയുകയാണ്, രാജാവേ, ഒരു വിദ്വാനെ, ഒരുവനെ തെരഞ്ഞെടുക്കണം, ഇന്നത് ചെയ്യണം, 20% ധാന്യം ശേഖരിക്കണം, ഇന്നത് ചെയ്യണം, പാണ്ഡികശാലകൾ പണിയണം, ധാന്യത്തെ ശേഖരിച്ചു വെക്കണം, വരാൻ പോകുന്ന ക്ഷാമത്തിനു വേണ്ടി നമ്മൾ തയ്യാറാകണമെന്ന് രാജാവിനോട് നിർദ്ദേശം കൊടുക്കുകയാണ്. Esther comes before the king. എസ്തർ രാജാവിന്റെ മുമ്പിൽ വരികയാണ്. He shows the scepter. ചെങ്കോല് നീട്ടി. The pleasantness of the king is there. രാജാവിന്റെ ഒരു പ്രസന്നത അവിടെ ഉണ്ടായി. She comes in. അവൾ അകത്ത് വന്നു. Come on, Esther, right in the courtyard. Come on, Esther, what is your petition? എസ്തർ രാജ്ഞിയെ, വരിക, എന്താണ് നിന്റെ അപേക്ഷ? Half of my kingdom is for you. രാജ്യത്തിന്റെ പാതിയാണേലും തരും. Can you know something?
നിങ്ങൾക്ക് അറിയാമോ ചിലത്? She's saying, come in the evening with Haman, I will tell you there. എസ്തർ പറഞ്ഞത് വൈകുന്നേരം ഹാമാനോടൊപ്പം ഞാൻ ഒരിക്കൽ വിരുന്നിലേക്ക് വരാം, അപ്പോഴും ഞാൻ പറയാം. King sends the message, Haman, get ready. We are invited by the king. By the queen. We have to attend that banquet. Oh, Esther chapter 5 verse 7. രാജാവ് ഒരു ക്ഷണം ഹാമാൻ അയക്കണം. ഹാമാനെ തയ്യാറാവുക, രാജ്ഞി എസ്തർ നമ്മളെ വിരുന്നിന് വിളിച്ചിരിക്കുകയാണ്, വൈകുന്നേരം വിരുന്നിന് നമ്മൾ പങ്കെടുക്കണം. King is in his best mood. ഇപ്പോ രാജാവ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല മൂഡിലാണ്. And he says, come on queen, what is your petition? പിന്നെയും ചോദിക്കുകയാണ്, രാജ്ഞിയെ പറക, നിന്റെ ആവശ്യം എന്താണ്? Esther chapter 5 verse 7. എസ്തർ 5:7. അതിന് എസ്തർ, എന്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു, രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ അപേക്ഷ നൽകുവാനും എന്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. What? എന്താണ്? The king could say, do you think I'm a fool? രാജാവിന് പറയാൻ പറ്റും, നീ എന്നെ ഒരു മണ്ടനാണെന്നാണോ ചിന്തിക്കുന്നത്? 127 provinces, all the heads of the state are sitting there. 127 സംസ്ഥാനങ്ങളുടെ അധിപതിമാർ അവിടെ ഇരിപ്പുണ്ട്. She has not been asked by the king to come for so many months. അനേകം മാസങ്ങളായി ആ കൊട്ടാരത്തിലേക്ക്, ദർബാറിലേക്ക് വരാനുള്ള ക്ഷണം എസ്തറിന് Come on, കിട്ടിയിട്ടില്ല. listen to this very carefully. വളരെ ശ്രദ്ധയോടെ കേട്ടാലും. First chance in the court. ഒന്നാമത്തെ അവസരം പ്രാകാരത്തിൽ വരാൻ. And the second one. രണ്ടാമത്തത് Now. ഇപ്പോൾ. Can you notice something? See, I don't know Malayalam, I cannot read and write. Can you see, if the king regards me with favor and if it pleases the king to grant my petition and fulfill my request, there is a comma there. ആ റിക്വസ്റ്റ്, ആ അപേക്ഷ, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാൻ, അവിടെ ഒരു കോമ ഇംഗ്ലീഷ് ബൈബിളിൽ കാണാം. In my English Bible here that I have, there is a semicolon. അവിടെ അതോടൊപ്പം തന്നെ സെമിക്കോളനും അർത്ഥവിരാമവും കൂടെ ഉണ്ട്. My friends, I am asking you, you carry the authority over everything that is functioning. You carry authority over the thing that is ruling and, aiding the king to take, decisions. You have authority and dominion over that. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മേലൊരു അധികാരം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള, ഇവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല വിഷയം, നിങ്ങളുടെ മേൽ സ്വർഗത്തിൽ നിന്ന് ഒരു അധികാരം നൽകപ്പെട്ടിരിക്കുകയാണ്. Jesus came down, he said, all authority, all what? യേശു വന്നു, എല്ലാ അധികാരവും കൊണ്ടാണ് വന്നത്. Authority is above power. ശക്തികൾക്കു മീതെ. You have power. നിങ്ങൾക്ക് അധികാരമുണ്ട്. You have power. നിങ്ങൾക്ക് അധികാരമുണ്ട്. You have power. നിങ്ങൾക്ക് ശക്തിയുണ്ട്. Yes. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശക്തി ലഭിച്ചു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ലഭിച്ചു. You don't need more power. ഇനിയും നിങ്ങൾക്ക് ശക്തി ആവശ്യമില്ല. You received all power. നിങ്ങൾ മുഴുവൻ ശക്തിയും പ്രാപിച്ചിരിക്കുന്നു. Come on, tell somebody, I have received all power. ചിലർ പറഞ്ഞു, ഞാൻ എല്ലാ ശക്തിയും പ്രാപിച്ചിരിക്കുന്നു. I received all power. മുഴുവൻ ശക്തിയും ഞാൻ പ്രാപിച്ചിരിക്കുന്നു. To trample upon serpents and scorpions. സർപ്പങ്ങളുടെ മേലും തേളുകളുടെ മേലും ചവിട്ടുവാൻ. Upon all the power of the enemy. What do you have? ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. What do you have? നിങ്ങൾക്ക് എന്താണുള്ളത്? What do you have? എന്താണ് നിങ്ങൾക്കുള്ളത്? Not power, but authority. അധികാരം. Amen. 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 The kingdom, Daniel says and Nebuchadnezzar says, there is a kingdom that rules over all. I went about for so many years like an animal. Now I realize there is one who rules over me. Amen. നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, അവൻ ഒരു കാളയെ പോലെ 7 വർഷം ജീവിച്ച ശേഷം പറയുകയാണ്, എല്ലാ ഭരണകൂടങ്ങൾക്കും മീതെ വാഴുന്ന ഒരുവനുണ്ട്. Tell your neighbor, authority is greater than power. അടുത്തടുക്കുന്ന ആളോട് പറ, അധികാരം ശക്തിയേക്കാൾ വലുതാണ്. I have authority. എനിക്ക് അധികാരമുണ്ട്. Over all the power of the enemy. ശത്രുവിന്റെ എല്ലാ ബലത്തിന്റെയും മീതെ. I have heaven's guarantee. എനിക്ക് സ്വർഗ്ഗത്തിന്റെ ഉറപ്പുണ്ട്. That nothing shall by my enemies harm me. ഒരു ശത്രുവിന്റെ ഒരു ആയുധവും എന്നെ ദോഷം വരുത്തുകയില്ല. Not nothing shall by enemies harm me, but just harm me. വെറുതെ ദോഷപ്പെടുത്തുകയെന്നല്ല. Nothing shall harm you എന്ന് മാത്രമല്ല, ഒന്നും നിന്നെ ദോഷം വരുത്തുകയെന്നല്ല. Nothing shall by any means harm you. ഒന്നും ഒരു കാരണവശാലും നിന്നെ ദോഷപ്പെടുത്തുകയില്ല. പിന്നെ നമുക്ക് എന്തുവാ ഭയം? Then why we fear? You will go charging.
നിങ്ങൾ മുൻപോട്ട് പോവുക. You will not shout or jump. You know your authority. നിങ്ങൾക്ക് ചാടിത്തുള്ളി അലറിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ Have you അധികാരം അറിഞ്ഞാൽ മതി. ever seen a judge shouting? നിങ്ങൾ ഏതെങ്കിലും ഒരു ജഡ്ജ് ഷൗട്ട് ചെയ്യുന്നത് Have you കണ്ടിട്ടുണ്ടോ? ever been to the court? നിങ്ങൾ ആരെങ്കിലും കോടതിയിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? Have you seen him shouting? അദ്ദേഹം അലറി വിളിക്കുന്ന കണ്ടിട്ടുണ്ടോ? But the judgment, പക്ഷെ വിധി take him away. പ്രഖ്യാപനം If he says 10 years, it is 10 years. 10 വർഷത്തേക്കാണെങ്കിൽ If he 10 says വർഷം. 5 years, it is written. അത് 5 വർഷത്തേക്കാണെന്ന് അദ്ദേഹം എഴുതിയാൽ 5 വർഷത്തേക്ക് No, it is done. അത് സംഭവിച്ചിരിക്കും. What you speak in private and public നിങ്ങൾ വ്യക്തിപരമായും പൊതുസഭയിലും എന്ത് പറയുന്നു is established. അത് നടപ്പിലാകും. But let me tell you something. എന്നാൽ ഒരു കാര്യം ഞാൻ What പറയട്ടെ, you speak in private is more established. നീ രഹസ്യത്തിൽ പറയുന്നതാണ് കൂടുതൽ നടപ്പിലാകുന്നത്. Be very careful with your words. നിങ്ങളുടെ വാക്കുകളിൽ വളരെ Those ശ്രദ്ധാലുക്കളായിരിക്കും. who really understand their authority, they don't waste their words. അവൻ യഥാർത്ഥത്തിൽ ഒരുവന്റെ അധികാരം ഒരുവൻ തിരിച്ചറിഞ്ഞാൽ അവൻ വെറുതെ വാക്കുകൾ വൃഥാവാക്കത്തില്ല. Come on, all authority പറഞ്ഞ എല്ലാ അധികാരവും in heaven, സ്വർഗത്തിലും on earth ഭൂമിയിലും has been given unto me. ഉള്ള സകല അധികാരവും എനിക്ക് Jesus നൽകപ്പെട്ടിരിക്കുന്നു. delegated that to me. യേശു അതെനിക്ക് നൽകിയിരിക്കുന്നു. Luke chapter 4 verse 6. ലൂക്കോസ് 4:6 It says, അത് പറയുന്നു, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. who is saying to who? ആരോടാ പറയുന്നേ? പിശാച് യേശുവിനോട്. പിശാച് യേശുവിനോട്. Sagala? ഈ അധികാരവും മഹത്വവും ഒക്കെ ഞാൻ നിനക്ക് തരാം. Because he has it. കാരണം അവനതുണ്ട്. Because he has it. അവനതുണ്ട്. Because he has it. അവനതുണ്ട്. Because he has it. അവനതുണ്ട്. Come on, വായിച്ചാട്ട്. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. Yes. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. Yes. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ അവനെ യെരൂശലേമിലെ Colossians chapter 2 13 to 15. കൊലോസ്യർ 2-ാം അധ്യായം 13 മുതൽ 15 വരെ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ. Wait a minute. ഒരു നിമിഷം. ഇങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. I was like that. ഞാൻ അങ്ങനെ ആയിരുന്നു. എന്നാൽ what happened? എന്നാൽ എന്താ സംഭവിച്ചത്? Having cancelled the charge of our legal indebtedness, every demand of the enemy. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തിനെ മായ്ച്ചു. Handwriting that was against us. നിനക്ക് വിരോധമായിരുന്ന മുഴുവൻ And കയ്യെഴുത്തുകളെ that was the മായ്ച്ചു. condemnation. അവിടെ ഒരു കുറ്റാരോപണം. And that was it. അതായിരുന്നു അത്. Jesus took away. അതിനെ കർത്താവ് എടുത്തു മാറ്റി. Cancelled. അതിനെ ഇല്ലാതാക്കി. Cancelled. മായ്ച്ചു കളഞ്ഞു. Cancelled. അതിനെ നീക്കി കളഞ്ഞു. He has taken it away. അവൻ ദൂരേക്ക് എടുത്തു മാറ്റി. Now no condemnation like that. ഇപ്പോ നമുക്ക് കുറ്റാരോപണം ഇല്ല. Devil has not say over us. പിശാചിന് നമ്മുടെ മേൽ ഒന്നും പറയാനില്ല. You want to hear something very profound? കുറച്ചുകൂടെ ശക്തമായി ചിലത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു കുറ്റമില്ലാത്തവനെ വിധിക്കുവാണെങ്കിൽ മരണത്തിന് വേണ്ടി ആ കുറ്റം വിധിച്ചോനെ ഒരു ദോഷവുമില്ലാത്തവനെ മരണത്തിൻ്റെ ജഡ്ജ്മെൻ്റ് കൊടുത്ത് അവനെ കൊന്നെങ്കിൽ ആരാ അതിന് റെസ്പോൺസിബിൾ? വിധിച്ച ന്യായാധിപനാണ് അതിൻ്റെ ഉത്തരവാദി. ആരാ കുറ്റക്കാരനായത്? ന്യായാധിപൻ. കാര്യം മനസ്സിലാകുന്നു? ഓ കമോൺ, എൻ്റെ മേലെല്ലാം പെരുക്കുന്നു. പിശാച് താഴെ പോയി. എങ്ങനെയാണെന്നറിയാമോ? അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ കുറ്റവാളിയായെന്ന്. Amen. കുറ്റമില്ലാത്തവനെ വിധിച്ചു. Oh, he went and crucified something who was sinless. And that was Zoe life. His blood was shed for me and you. And just answer my question. Is there any entity existing, non-existing, that can raise a finger against you? ആ കർത്താവായ യേശു ക്രിസ്തു കുറ്റമില്ലാത്ത രക്തം ക്രൂശിൽ ചൊരിഞ്ഞ് നമ്മെ വിടുവിച്ചു. Cancelled. ഇനി ഏതെങ്കിലും അധികാരം ഉണ്ടോ നമ്മെ കുറ്റപ്പെടുത്താൻ? ഇല്ല.
nailing it to the cross. ക്രൂശിൽ തറച്ചു. Verse 15. ക്രൂശിൽ തറച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ച് Oh, ക്രൂശിൽ come on, അവരുടെ the മേൽ children of the ജയോത്സവം Muslims. കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. on. Amen. Read it loud, sister. I know you have translated. അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഒന്ന്, Jesus disarmed him. ദൈവം കർത്താവ് യേശു അവരെ ആയുധവർഗമില്ലാതാക്കി. Come on. ആമേൻ. ഒരു ആയുധമില്ലാത്ത നമ്മുടെ എതിരെ തലമുറയുടെ എതിരെ വന്നാൽ what he can do, you will do and he will have to run. Amen. Come on, these are the truth that is being ഇത് shared. സത്യമാണ്. ആമേൻ. Church, here you are rising. സഭ ഇവിടെയാ നിങ്ങൾ You എഴുന്നേൽക്കുന്നത്. will stand in great authority. നിങ്ങൾ ശക്തിയേറിയ അധികാരത്തോടെ നിൽക്കും. No evil shall befall you. ഒരു ദുഷ്ടവും Neither shall any plague come near your dwelling. ഒരു വ്യാധികളും നിങ്ങളുടെ മേൽ വരികയില്ല. You will teach your generations authority. നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ അധികാരം പഠിപ്പിക്കണം. You will walk in authority. നിങ്ങൾ അധികാരത്തിൽ നടക്കും. Have you ever seen a man in authority walking? ഒരു അധികാരത്തിലുള്ള മനുഷ്യൻ നിങ്ങൾ നടക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? Does he go around and say, भाई साहब बहन जी बड़ी मेहरबानी आपकी, हैं जी बस ये आपके कारण हम हैं जी. It is because of we are here, you are here. It is because of all you know. അധികാരത്തിലുള്ള ഒരു മനുഷ്യൻ ഈ മനോഭാവത്തോടെ സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? No. ഒരിക്കലുമില്ല. No. ഒരിക്കലുമില്ല. No. ഒരിക്കലുമില്ല. When those grandchildren see their grandparents walking in authority, പേരക്കുട്ടികൾ അപ്പൂപ്പനും അമ്മുമ്മയും അധികാരത്തിൽ നടക്കുന്നത് കാണുമ്പോൾ, when the parents walk in authority, മാതാപിതാക്കൾ അധികാരത്തിൽ നടക്കുന്നത് കാണുമ്പോൾ, when the brothers and sisters they walk in authority, സഹോദരനും സഹോദരിയും അധികാരത്തിൽ നടക്കുമ്പോൾ, there are two reactions. രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. ഒന്ന്, the most affected ഏറ്റവും ബാധിക്കുന്നത് will operate in jealousy. നമ്മൾ അസൂയയിൽ But you have power over that also. പക്ഷെ അതിന്റെ മീതെ നിങ്ങൾക്ക് അധികാരമുണ്ട്, ശക്തി ഉണ്ടാവും. You know how? എങ്ങനെയാണെന്ന് അറിയാമോ? The greatest weapon of love. ഏറ്റവും വലിയ ആയുധമായ സ്നേഹത്തിൽ You നിന്ന്. want to know the another weapon? മറ്റൊരു ആയുധത്തെ കുറിച്ച് അറിയണമോ? Humility. താഴ്മ. Because the one who is sound and in authority, he doesn't have to show his authority, he is the authority. അധികാരത്തെ കുറിച്ചുള്ള സുബോധം ശരിക്കുള്ള ഒരു മനുഷ്യൻ അധികാരത്തെ പ്രകടിപ്പിക്കണമെന്നില്ല. കാരണം അവൻ തന്നെ അധികാരമാണ്. അവൻ അറിയാം അവൻ അധികാരം ഉണ്ടെന്ന്. He don't go around saying, do you know who I am? അവൻ ആരുടെ പോയി ഞാൻ ആരെന്ന് തന്നെ അറിയാമോ? Only the devil goes saying, do you know who I am? അപ്പോൾ പിശാച് പറയും ഞാൻ ആരെന്ന് നിനക്കറിയാമോ? Only the goons of the place go with the gun and say, do you know who I am? ഈ ഒരു ചില സ്ഥലങ്ങളിലെ ഈ ഗുണ്ടകളാണ് പോയി ഞാൻ ആരെന്ന് അറിയാമോ എന്നൊക്കെ And he can ചോദിക്കുന്ന say, come on, ഗുണ്ടായിസം. I have already dismantled, your all pistol that you are showing is empty. നീ പറയണം ഞാൻ നിന്നെ നേരത്തെ തന്നെ നീ ആയുധമില്ലാത്തവനാണ്, നിന്റെ തോക്കിൽ നിനക്കുള്ളത് ഉണ്ടായില്ലാത്ത വെടിയാണ്. You know how? എങ്ങനെയാണെന്നറിയാമോ? When he was sleeping, you took away the ammunition. When the enemy was sleeping, ശത്രു ഉറങ്ങിക്കിടക്കുമ്പോ you took away the ammunition. നീ ജയമെടുക്കുകയാണ്. And he didn't know. അവൻ അത് അറിയുന്നില്ല. All you want to say, നീ പറയേണ്ട ഒരൊറ്റ കാര്യം, as Jesus said, യേശു പറഞ്ഞതുപോലെ, get behind me, Satan. എന്റെ പിന്നാലെ വരിക. You have no ammunition. നിനക്കിനിയും ആയുധമില്ല. Why don't we believe what Jesus did? എന്തുകൊണ്ട് യേശു ചെയ്തതിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല? Why can't we think like Jesus? യേശുവിനെ പോലെ ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തതെന്ത്? One more question. ഒരു ചോദ്യം. Do we have the mind of Christ? നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടോ? We say that throughout. നമ്മളത് എല്ലായ്പ്പോഴും പറയാറുണ്ട്. Then from today onwards believe that you have the mind of Christ. ഇന്നു മുതൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സാണ്. You have the mind of Christ. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. But then you have a free will. പക്ഷെ നിങ്ങൾക്കൊരു സ്വന്തം ഇച്ഛയുണ്ട്. The other fellow comes and he puts his thoughts. മറ്റൊരാൾ വന്ന് അവന്റെ ചിന്തകൾ നിന്റെ മേൽ ഇടുമ്പോൾ all you should do is laugh. നിങ്ങൾ ചെയ്യേണ്ടത് ചിരിക്കുക. November 23. നവംബർ 22 22, sorry. 22
In the year 21st, I made a declaration. In the year 21, 2021 sorry, 22. 22 ഞാനൊരു പ്രഖ്യാപനം നടത്തി. Yeah. So, I declared something. ഞാൻ ചിലത് പ്രഖ്യാപിച്ചു. I told my wife എൻ്റെ ഭാര്യയോട് പറഞ്ഞു that this will happen ഇത് സംഭവിക്കും before this month. ഇന്ന മാസത്തിന് മുൻപ് Okay. സംഭവം. But that thing didn't happen. പക്ഷെ ആ കാര്യം നടന്നില്ല. Almost 11 months. 11 മാസങ്ങളോളം No. നടന്നില്ല. And there was a few days, like few weeks left for the declaration to be fulfilled. ആ പ്രഖ്യാപനം നടപ്പിലാകാൻ ചില ആഴ്ചകൾ കൂടെ ബാക്കിയുള്ളൂ. Listen carefully. ശ്രദ്ധിച്ചു കേൾക്കണേ. A thought came into my mind. ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. Not inside, just somewhere here. അകത്തല്ല, അതിൻ്റെ പുറത്തൊരു ചിന്ത വന്നു. Be a great observer what is happening with you. നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിച്ചു നോക്കുക. Be very observing. വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. Don't be just taken away by chance. ബൈ ചാൻസിൽ എടുക്കുന്നത് പോലെ ആകരുത്. That is what Paul says in Ephesians. അതാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. Chapter 4. 4-ാം അധ്യായം. No. Don't be like little children. 14th verse എന്ന് വായിച്ചു. അതിന്റെ 14-ാം വാക്യം. നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും come on. തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ come on, കാറ്റ്, wind, അലഞ്ഞു വീഴുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ. Come on. I will tell you what happened with me. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. It was a breeze. I realized that later. അതൊരു ഇളം കാറ്റ് പോലെയായിരുന്നു. A thought comes. ചിന്ത വന്നു. अभी तक हुआ नहीं है. It didn't come to pass yet. ഞാൻ എന്ത് ചെയ്യും? ഇതുവരെയും അത് നടക്കുന്നില്ലല്ലോ. It didn't come to pass yet. ഇന്നുവരെയും അത് നടന്നില്ല. Only few days left. ഇനി ചില ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. Holy Spirit. നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവ് He is your helper. നിന്റെ സഹായകൻ. He is your comforter. നിന്റെ ആശ്വാസപ്രദൻ. He is your standby. നിന്റെ കൂടെ നിൽക്കുന്നവൻ. He is your advocate. നിന്റെ വക്കീല്. He is the one who runs along with us. അവൻ നിന്നോടൊപ്പം ഓടുന്നവനാണ്. He is our strengthener. അവൻ നമ്മുടെ ബലപ്പെടുത്തുന്നവനാണ്. Hallelujah. Hallelujah. He never leaves your side even for a second. ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും നിന്നെ വശത്തോട്ട് മാറ്റി നിർത്തത്തില്ല. You know what happened? എന്താ സംഭവിച്ചെന്നറിയാമോ? I laughed. ഞാൻ ചിരിച്ചു. That is all. അത്ര തന്നെ. The moment I laughed at that thought, ആ ചിന്തയെ നോക്കി ഞാൻ ചിരിച്ച ആ നിമിഷം, listen very carefully. വളരെ ശ്രദ്ധിച്ച്. Wind can come like this, but wind will never go like that. കാറ്റ് ഇങ്ങനെ അങ്ങോട്ട് വരും, ആ വരുന്നത് പോലെ കാറ്റ് തിരിച്ചു പോകത്തില്ല. My dear, I am still amazed how that wind went like this and I felt it going like that. That is something so marvelous. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ആ ചിന്ത വന്നതിനേക്കാൾ വേഗതയിൽ തിരിച്ചു പോകുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. A week later the thing happened. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സംഭവം നടന്നു. What you are holding fast, your confession and your prayer. എന്താണ് നിന്റെ പ്രാർത്ഥനയെയും നിങ്ങളുടെ ഏറ്റുപറച്ചിലിനെയും പിടിച്ചു വെക്കുന്നത്? Come into an alignment with the word of God. ദൈവവചനവുമായി what you speak, with what your faith is. ദൈവവചനവുമായിട്ട് ചേർന്ന് വരിക, വിശ്വാസത്തിൽ പറയുക. You will command the mountains to be removed. കർത്താവിന്റെ വചനം പറയുന്നു, പർവ്വതങ്ങളോട് കൽപ്പിച്ചാൽ നീങ്ങിപ്പോകുവാനിടയാകും. They will have to leave. അവർ നീങ്ങിപ്പോയേ മതിയാകൂ. They will have to leave. അവർ നീങ്ങിപ്പോയേ മതിയാകൂ. They will have to leave. അവർ നീങ്ങിപ്പോയേ മതിയാകൂ. The word of God is truth. വചനം സത്യമാണ്. The Father is looking and searching for the ones who worship him in truth and in spirit. പിതാവ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവനെ അന്വേഷിക്കുകയാണ്. Will a wise man understand the language of foolish? ഭോഷന്റെ ഭാഷ ജ്ഞാനിക്ക് മനസ്സിലാകുമോ? Come on, tell me, I want an answer. പറഞ്ഞേ, മറുപടി പറഞ്ഞേ. ഭോഷന്റെ ഭാഷ ജ്ഞാനിക്ക് മനസ്സിലാകുമോ? Will a fool understand the words and the sayings of a wise? അതുപോലെ ജ്ഞാനിയുടെ വാക്കുകൾ ഒരു ഭോഷന് മനസ്സിലാകുമോ? Come on, tell your neighbor, God is a spirit and you will know him by the spirit. അടുത്തിരുന്നാട് പറ, ദൈവ ആത്മാവാകും, നിങ്ങൾ അവനെ ആത്മാവിൽ അറിയും. Tell somebody, not in my mind.
ചിലരുടെ എൻ്റെ മനസ്സിലല്ല. Have you ever heard that our mind is against the spirit? നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ് Don't be ആത്മാവിന് discouraged. വിരുദ്ധമാണെന്ന്? Don't be discouraged. നിരുത്സാഹപ്പെട്ടു No, you will പോകരുത്. not listen to the mind. നിങ്ങൾ അതിനെ മനസ്സിനെ ശ്രദ്ധിക്കരുത്. That is subsidiary. അത് നിങ്ങളുടെ കീഴിലാണ്. No. You will rule over your mind by the spirit. ആത്മാവിനാൽ നിങ്ങളുടെ ദേഹിയെ നിങ്ങൾ വാഴും. Your miracle is awaiting you. നിങ്ങളുടെ അത്ഭുതം നിങ്ങളെ കാത്തിരിക്കുക. Speak over your mountain. നിന്റെ പർവ്വതത്തിന്റെ നേരെ സംസാരിക്കുക. Let me tell you, this fasting prayer will not finish until you see your mountains moved. നിങ്ങളുടെ പർവ്വതങ്ങൾ നീങ്ങിപ്പോകുന്നത് വരെ ഈ ഉപവാസ പ്രാർത്ഥന ആമേൻ അവസാനിക്കത്തില്ല. To declare the truth, സത്യം I don't പ്രഖ്യാപിക്കേണ്ടതിന് have to shout and bring you emotional. നിങ്ങൾ ഉറക്കെ അലറി വിളിച്ച് നിങ്ങളുടെ വികാരഭരിതരാക്കേണ്ട ആവശ്യമില്ല. Because the emotion will leave you the right after you leave the seat. കാരണം ഈ സീറ്റിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ നിങ്ങളുടെ വികാരവും നിങ്ങളെ വിട്ടുപോകും. But the truth will always set you free. എന്നാൽ സത്യം എല്ലായ്പ്പോഴും നിങ്ങളെ സ്വതന്ത്രരാക്കും. Come on, tell me I have no entanglement. ഓ പറഞ്ഞിട്ട് ഞാൻ കുടുങ്ങിപ്പോയിട്ടില്ല. No, I will never. ഞാൻ ഒരിക്കലും കുടുങ്ങിപ്പോയിട്ടില്ല. If the Son has set me free, പുത്രൻ എന്നെ സ്വതന്ത്രനാക്കിയെങ്കിൽ I am free indeed. ഞാൻ സാക്ഷാൽ സ്വതന്ത്രനാകുന്നു. I am free indeed. ഞാൻ വാസ്തവമായും സ്വതന്ത്രനായിരിക്കുന്നു. Oh, hallelujah. ഹല്ലേലൂയ. No bondage for you. നിങ്ങൾക്ക് ബന്ധനമില്ല. If you say there is bondage, then what did Jesus do on the cross? ഓ നിങ്ങൾക്ക് ബന്ധനം ഉണ്ടെന്ന് Come on, tell പറയുവാണെങ്കിൽ me. യേശു എന്താ ചെയ്തത്? ക്രൂശിൽ. Answer me. എന്നോട് ഉത്തരം പറ. Then his work on the cross was not finished. അവന്റെ ക്രൂശിലെ പ്രവൃത്തി But പൂർണ്ണമായിട്ടില്ല. Jesus said it is finished. പക്ഷേ യേശു പറഞ്ഞത് ഇതാ സകലതും നിവർത്തിയായി. He has totally disarmed the enemy. അവൻ ശത്രുവിനെ പൂർണ്ണമായും ആയുധമില്ലാത്തവനാക്കി. Not only that, അത് മാത്രമല്ല he made a public spectacle. അവനെ പരസ്യ Made കാഴ്ചയാക്കി. a public spectacle. പരസ്യ കാഴ്ചയാക്കി. But then what do? എന്നാൽ പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? You walk in the authority. അധികാരത്തിൽ നടക്കുക. You will take dominion. നിങ്ങൾ ആ അധികാരം ഏറ്റെടുക്കും. Our dominion. ഭരണം. Every king has dominion over their domain. എല്ലാ രാജാവിനും അവരുടെ പ്രവിശ്യക്കകത്ത് ഒരു വാഴ്ചയുണ്ട്. The one that you have within you. നിങ്ങളുടെ അകത്ത് കൂടെ ഉള്ളവൻ. Every knee bows before him in heaven. സ്വർഗത്തിലുള്ള സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങുന്നു. On earth ഭൂമിയിലുള്ളത് and below. അതുപോലെ പാതാളത്തിലുള്ളത്. And they bow before him. അവന്റെ മുമ്പിൽ വണങ്ങുകയാണ്. And they say that Jesus is Lord. അവർ പറയും യേശു കർത്താവ്. You are called to carry his name. അവന്റെ നാമത്തെ ചുമക്കാൻ നിങ്ങൾ You are വിളിക്കപ്പെട്ടിരിക്കുന്നു. called to do his works. അവന്റെ പ്രവൃത്തി ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. But the problem is, പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? when I am not able to believe and put into action what he says, അത് വിശ്വസിക്കാനും അതിനെ പ്രായോഗികമാക്കാനും കഴിയാത്തപ്പോൾ എന്താണ് അവൻ പറയുന്നത്? My question is, why are you increasing the probability of the contrary to what Jesus says in your mind? നിങ്ങളുടെ മനസ്സിനകത്ത് കർത്താവ് പറഞ്ഞതിൻ്റെ വിരുദ്ധമായ സാഹചര്യങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു? Why is it so that you are being aided to go that path? ആ വഴിയിലേക്ക് പോകാൻ നിങ്ങൾ എന്തിനാണ് തയ്യാറാകുന്നത്? Okay, if you say today, I don't know, sometimes it happens. ഓ എനിക്കറിയില്ല പാസ്റ്ററെ, ചിലപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു പോവുകയാണെന്നായിരിക്കാം പറയുന്നത്. Can we just stand up on our feet? നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാമോ? Can we say, Jesus, I need help? നമുക്കൊന്ന് പറയാമോ, യേശുവേ എനിക്ക് സഹായം Let us ആവശ്യമുണ്ട്? be honest. വളരെ പരമാർത്ഥ ഹൃദയത്തോടെ. I'm not different from you. ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനല്ല. I'm not a champion and the best and the most perfect one, right in all ways, that stand before you. No. ഞാനൊരു വലിയ ചാമ്പ്യനോ നിങ്ങളെക്കാൾ നീതിമാനോ എപ്പോഴും ജയം മാത്രമുള്ള ഒരാളോ അല്ല, ഒരിക്കലും അല്ല. If James wrote, യാക്കോബ് ഇങ്ങനെ എഴുതിയെങ്കിൽ that Elijah was of the same passion. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. Don't condemn yourself in your mind. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളിൽ തന്നെ കുറ്റപ്പെടുത്തരുത്. No. നിങ്ങളുടെ മനസ്സും കൊണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ തന്നെ കുറ്റപ്പെടരുത്. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തരുത്. ഇത്രയും വേദന സഹിച്ച് പുത്രനെ നൽകി നമ്മളെ വീണ്ടെടുത്തവന് അത് സന്തോഷമാണോ?
Then what did he do? എന്ന് പിന്നെ എന്താണ് കർത്താവ് ചെയ്തത്? We are adding to his pain. അവന്റെ വേദനയോടുകൂടെ വേദന When you go വർദ്ധിപ്പിക്കുകയാണ്. and pray for people, ജനത്തിനു വേണ്ടി പോയി പ്രാർത്ഥിക്കുമ്പോൾ, when people are getting delivered, ജനം വിടുവിക്കപ്പെടുമ്പോൾ, that is the reward that Jesus has. അതാണ് യേശുവിന്റെ വേദനയ്ക്ക് കിട്ടുന്ന പ്രതിഫലം. When you proclaim, നീ പ്രഖ്യാപിക്കുമ്പോൾ, even to the nature, പ്രകൃതിയോട് പോലും that obeys. ആ പ്രകൃതി നിന്നെ അനുസരിക്കും. A very new believer. ഒരു പുതിയ വിശ്വാസി. This was a lady from Haryana. ഹരിയാനയിൽ നിന്നുള്ളൊരു സഹോദരി. Multiple tumors. ഒരുപാട് മുഴകൾ. Suffering for long years. ദീർഘവർഷങ്ങളായി അവർ പ്രയാസപ്പെട്ടു. Long years. ദീർഘവർഷങ്ങളായി. If she says in her language, it is like 4 or 5 or 6 times she was operated. അവരുടെ ഭാഷയെ പറഞ്ഞത് 6 or 7 പ്രാവശ്യമൊക്കെ അവർ സർജറി ചെയ്യേണ്ടി വന്നു. It was a small cell group. It was a small thing, in the beginning. She came into a house meeting. ഒരു ചെറിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിനകത്ത് ഒരു കോട്ടേജ് മീറ്റിംഗിനകത്തേക്ക് അവർ വന്നു. She was lying on a bed at home and somebody said, "Come, go." അവർ വീട്ടിൽ കിടക്കലായിരുന്നു. ആരോ പറഞ്ഞു ഇന്ന മീറ്റിംഗ് ഉണ്ട്, പോകാൻ പറഞ്ഞു. Yes, it is about Jesus. അത് യേശുവിനെ കുറിച്ചുള്ളതാണ്. She got up from her bed and somehow she came and sat because she was a next door neighbor to that place. തൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അയൽക്കാരി വരുന്നുണ്ട്. അവർ വന്നു മീറ്റിംഗിലേക്ക് കടന്നു വരാനിടയായി. She went back home. അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. She did not shake. അവർ ഞെട്ടിയില്ല. Nothing happened. ഒന്നും വിറയലൊന്നും സംഭവിച്ചില്ല. But she went home. She didn't want to just lie down. അവർ വീട്ടിലേക്ക് പോയി. അവർ കിടക്കണമെന്ന് അവർക്ക് തോന്നിയില്ല. Laborers were there. Some construction work was going in her home. അവിടെ വീട്ടിൽ ചില പണികൾ നടക്കണം. അതിൻ്റെ പണിക്കാരവിടെ ഉണ്ട്. Automatically she started taking that tashla, that sand, cement and helping the laborers. സ്വാഭാവികമായിട്ട് അവർ വന്ന് മണ്ണും സിമന്റൊക്കെ എടുത്ത് പണിക്കാരെ സഹായിക്കാൻ തുടങ്ങി. Everything left. എല്ലാം വിട്ടുപോയി. Everything left. എല്ലാം അവരെ വിട്ടുപോയി. Perfectly healed. സമ്പൂർണ്ണമായി സൗഖ്യമായി. In the end of every meeting, ഓരോ മീറ്റിംഗിന്റെയും അവസാനത്തിൽ, whether big or small, ചെറുതോ വലുതോ ആകട്ടെ, sinner's prayer, പാപികളുടെ പ്രാർത്ഥന, receive salvation, രക്ഷ സ്വീകരിക്കല്, and people tell them that it is a 5-in-1 package. ജനങ്ങൾ പറയുന്ന ഒരു 5-in-1 പാക്കേജ് ആണ്. Forgiveness of sins, പാപത്തിന്റെ ക്ഷമ, healing of diseases, രോഗത്തിന്റെ സൗഖ്യം, deliverance from curses, ശാപത്തിൽ നിന്നുള്ള വിടുതൽ, blessing of the Lord, കർത്താവിന്റെ അനുഗ്രഹം, and his protection. അതിന്റെ സംരക്ഷണം. 5-in-1 package. 5-ൽ-1, 5ഉം ചേർന്നൊരു പാക്കേജ്. Those who call upon the name of the Lord is what? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. Come on, tell your neighbor, in salvation it is a 5-in-1 package. അടുത്തിരിക്കുന്ന ആളോട് പറ, രക്ഷയ്ക്കകത്ത് 5 അണ്ണം അടങ്ങിയിട്ടുള്ളൊരു പാക്കേജ് ആണ്. It is the knowing of the truth that sets you free. സത്യം അറിയലാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്. It's the knowing of the truth. സത്യത്തെ അറിയുക. We read the truth. നമ്മൾ സത്യം വായിക്കുന്നു. We speak the truth. നമ്മൾ സത്യം സംസാരിക്കുന്നു. But we know it. നമ്മൾ അതറിയുന്നു. I know. ഞാൻ അറിയുന്നു. I know. ഞാനത് അറിയുന്നു. I know. ഞാനത് അറിയുന്നു. I know. ഞാൻ അറിയുന്നു. When we are full with the truth, നീ സത്യം കൊണ്ട് നിറയുമ്പോൾ, that wind that came to shake you like baby, ഒരു കുഞ്ഞുങ്ങളെ പോലെ നിങ്ങളെ കുലുക്കാൻ വരുന്ന ആ കാറ്റുണ്ടല്ലോ, has to leave you. നിന്നെ വിട്ടുപോയേ മതിയാകൂ. Has to leave you. അത് നിന്നെ വിട്ടുപോകും. And the answer comes. മറുപടി വരികയാണ്. Come on, one more thing I am going to share with you. ഒരു കാര്യം കൂടെ ഞാൻ ഷെയർ ചെയ്യട്ടെ. If you are praying for something, നിങ്ങൾ എന്തെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണ്ടിയെങ്കിലും, when the answer is at the threshold, മറുപടി അതിന്റെ മുറ്റത്തെത്തുമ്പോ, remember this all the days of your life. നിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, the greatest doubt, ഏറ്റവും വലിയ സംശയം, the greatest opposite things will come. ഏറ്റവും വിരോധാഭാസമായ ചിന്ത ഉണ്ടാകുന്നത്. I will tell you what to do. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. Hallelujah, hallelujah, come on, hallelujah, hallelujah. Call your wife, call your children and don't tell them anything. Come on, tell, we will rejoice. ഭാര്യയെ വിളിക്കുക, മക്കളെ വിളിക്കുക, മറ്റൊന്നും അവരോട് പറയരുത്. അവരുമായി ചേർന്ന് സന്തോഷിക്കാൻ തുടങ്ങുക. Just a moment.
പോ പിശാച് എന്ന് പറയേണ്ട ആവശ്യമില്ല. പോ സാത്താനെ എന്നൊന്നും അവിടെ കിടന്ന് അലറണ്ട. The biggest, the highest level of spiritual warfare is worship. ഏറ്റവും ശക്തമായ ആത്മീക യുദ്ധം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. The Jericho walls came down. യെരിഹോ മതിലുകൾ താഴെ വീഴും. Jehoshaphat had nothing. യഹോശഫാത്തിനൊന്നുമില്ല. Only chinjil, only tamber, only all those things in the front. ജിഞ്ചലും തമ്പേറുമാണ് blessing, യുദ്ധമുന്നണിയുടെ മുൻപിൽ. You are a blessing here. നിങ്ങളൊരു അനുഗ്രഹമാണ്. Exodus worship I love. നിങ്ങളുടെ ആരാധന എനിക്കിഷ്ടമാണ്. Oh, come on. Come on. Not only you. നിങ്ങൾ The മാത്രമല്ല, entire city. ഈ മുഴുവൻ The പട്ടണവും, entire state. മുഴുവൻ പട്ടണവും It is in the realm of the spirit. അത് ആത്മതലത്തിലാണ്. Being set free. ഓ, സ്വതന്ത്രരാകും. No more of bondages. ഇനിയും ബന്ധനമില്ല. You have been set free. നമ്മള് You are the one ruling over everything. നീയാണ് വാഴുന്നവൻ സകലത്തിന്റെ മീതെ. Practice something. ചിലത് പ്രായോഗികമാക്കുക. Jesus laughed. യേശു ചിരിച്ചു. Jesus laughed. യേശു ചിരിച്ചു. When he saw the devil falling like lightning. മിന്നൽ പോലെ സാത്താൻ വീഴുന്നത് The കണ്ടപ്പോൾ amplified version says that Jesus 3 times jumped up and danced like a ballerina. ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നത് യേശു 3 വട്ടം തുള്ളി ചാടി. Is there any sister who has learned dance in their life? ജീവിതത്തിൽ ഡാൻസ് പഠിച്ചിട്ടുള്ള ആരെങ്കിലും സഹോദരിമാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? You go and learn from them what is a ballerina. ഈ ബാലറീനോ എന്നാൽ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു നോക്ക്. They walk on their. അവരുടെ ഈ പെരുവിരലൂന്നി അവർ നടക്കുന്നത്. Oh, it is a big practice. അതൊരു വലിയ പ്രാക്ടീസ് Come വേണ്ടതാണ്. on, some of you learn ballerina. ആരെങ്കിലും ഒക്കെ ബാലറീനോ പരിശീലിച്ചാൽ Diabetes will leave. ഷുഗർ ഡയബറ്റീസ് മാറിപ്പോകും. Tumors will leave. മുഴകൾ അപ്രത്യക്ഷമാകും. Come on, don't end up in the deception. Say, "Kardave, enne rogam maati tarne." The angel is saying Jesus took it away 2000 years ago. What is he praying for? ദയവായി മുട്ടുമടക്കി കണ്ണുനീരോടെ കർത്താവേ എന്റെ രോഗത്തെ മാറ്റണേ എന്ന് പറയുന്ന ആ വഞ്ചനയിൽ കുടുങ്ങരുത്. ദൂതം പറയുക, അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പേ ക്രൂശിൽ നിന്നെ സൗഖ്യമാക്കി. Then പ്രാർത്ഥിക്കുക. 25 വർഷമായിട്ട് ഒരു പോയിന്റ് ഉണ്ട്. And you are praying. It is not coming to pass. You are praying for a point. Somebody called and you say, ഞാൻ പ്രാർത്ഥിക്കുക. പറയുക, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ 10 വർഷത്തിന്റെ കാര്യം സാധിച്ചില്ല, നീ 25 വർഷമായി. 10 വർഷത്തെ കാര്യം നടന്നില്ല, ഇപ്പൊ 25 വർഷമായി. Your answer was on the threshold of your door. നിന്റെ വാതിൽക്കൽ നിന്റെ മറുപടി വന്ന് നിൽക്കുക. Come on. Hallelujah. Come on. Come on, see. Now the angel is looking unto his master. Shall I go down or shall I go up? ഇപ്പോൾ ദൂതൻ യജമാനന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഞാൻ താഴോട്ട് വരണോ അതോ മുകളിലോട്ട് കയറി വരണോ? What does the Lord say? എന്തായിരിക്കും കർത്താവ് പറയുന്നത്? As per your word, so shall it be. അവന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. No, we are not babes. നമ്മൾ ശിശുക്കളല്ല. The truth is within you. സത്യം നമ്മിലുണ്ട്. This church is rising. ഈ സഭ എഴുന്നേൽക്കുക. You are not designed to entangle or fall in any trap. You have the word in your mouth, in your heart. നിങ്ങൾ ഏതെങ്കിലും ഒരു കുടുക്കിൽ കെണിക്കകത്ത് കുടുങ്ങിപ്പോകാനോ വീഴാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ വായിൽ കർത്താവ് തന്റെ വചനത്തെ നൽകിയിട്ടുണ്ട്. You are of a different race. നിങ്ങൾ ഒരു വേറെ ജാതിയാ, വേറൊരു വർഗമാണ് നിങ്ങൾ. Oh, you know what? എന്താണെന്നറിയാമോ? Do you want to know who you are? നിങ്ങൾ ആരെന്ന് അറിയണമോ? 1 Peter 2:9 we all know very well, but know it differently today. 1 പത്രോസ് 2:9 നമുക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇന്ന് വ്യത്യസ്തമായി അറിയാം. 1 പത്രോസ് 2:9. And after we read it, you will see that and you will rejoice. അത് വായിക്കാം. അത് വായിച്ച ശേഷം നിങ്ങൾ അത് കാണുക, നമ്മൾ സന്തോഷിക്കാൻ You will stand in your authority. നിങ്ങളുടെ അധികാരത്തിൽ നിൽക്കുക. You will not let go your children, your grandchildren, anything. No one can take away that.
നിങ്ങളുടെ മക്കളോ പേരമക്കളോ നിങ്ങൾക്കുള്ള ഒന്നും ആമേൻ ശത്രു കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. Come on, we are going to end by this verse. ഈ വചനത്തോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. Whenever you read the word, if there is something that you want to understand, read in many versions. നിങ്ങൾ ഒരു വചനം വായിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ചില പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ വ്യത്യസ്ത പതിപ്പുകളിലുള്ള ബൈബിൾ വായിക്കുക. It says you are a chosen people. ഇത് പറയുന്നു നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. From many you have been chosen. നിങ്ങൾ അനേകർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Ask your neighbor when. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക എപ്പോൾ. Before laying the foundations of the earth. ലോകസ്ഥാപനത്തിന് മുൻപ്. സമയത്തിന്റെ പുറത്തുള്ള ദൈവം നിങ്ങളുടെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇന്ന് 2026 എവിടെ ആയിരിക്കും എല്ലാം കണ്ട് പ്രൊക്ലെയിം ചെയ്ത് അതിനുവേണ്ടി ദൂതന്മാരെ കൽപ്പിച്ച് ഓരോ വിഷയത്തിന്റെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. Are you getting what I'm saying? ഞാൻ പറയുന്നത് Before laying the foundations of the world, he has commanded his eternal angelic force to bring about the fulfillment of everything which is today, 23rd of July 2026. 2026 ജൂലൈ 23 നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നത് കാലത്തിന് മുമ്പേ ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ നിർണയിച്ച് അതിന് അടിസ്ഥാനമിട്ട് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. This word shall be planted into your spirit. He saw it. ആ വചനം നിങ്ങളുടെ അകത്ത് വിതയ്ക്കപ്പെടട്ടെ. ഈ വചനം നിങ്ങളുടെ അകത്ത് വിതയ്ക്കപ്പെടട്ടെ. Only thing now, the heaven waits what you are going to do with this word. നിങ്ങൾ ഈ വചനവുമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണാൻ സ്വർഗ്ഗം കാത്തിരിക്കുക. No more any of the thought which is against what the word say. ദൈവവചനം പറയുന്നതിന് വിരുദ്ധമായ ഒരു ചിന്തകളും ഇനി വരരുത്. Can you sing, rejoice? It says chosen people. അവിടെ പറയുക നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. Royal is king. രാജകീയ പുരോഹിത വർഗ്ഗം. Royal is king. രാജകീയ പുരോഹിതൻ. രാജാവും പുരോഹിതനുമാണ്. King and priest. രാജാവും പുരോഹിതനും. King and priest. രാജാവും പുരോഹിതനും. And then what? പിന്നീട് എന്താണ്? You are a community of holy nation. നിങ്ങൾ വിശുദ്ധ വംശമാണ്. No unholiness can ever touch you. ഒരു അശുദ്ധിയും നിങ്ങളെ തൊടുകയില്ല. No unholiness can touch you. ഒരു അശുദ്ധിക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. You will not receive any suggestion. അങ്ങനെയുള്ള ഒരു നിർദ്ദേശങ്ങളും സ്വീകരിക്കരുത്. No, you will not. നിങ്ങൾ സ്വീകരിക്കില്ല. There was a suggestion for Judas. യൂദാസിന് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. Then there was a prompting. അത് പിന്നീട് ഒരു പ്രലോഭനമായി. Then it became entering. അത് അകത്ത് പ്രവേശിച്ചു. 3 words are used for his action. 3 വാക്കുകൾ അവിടെ ഉപയോഗിക്കുകയാ. Amen. No, nothing. ഒന്നുമില്ല. Come on, tell somebody no access to you, devil. ഒരു No. പിശാച് നിനക്ക് I am full of പ്രവേശനമില്ല. One who is full has no taste for any other food. I am full. എനിക്ക് വചനം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇനി അതിനകത്ത് വേറെ ഒന്നും കേറാൻ പറ്റത്തില്ല. You and your generations will be full of the word of God. ദൈവവചനത്താൽ നിങ്ങൾ ദൈവവചനത്താൽ നിങ്ങൾ നിറയപ്പെടും. Holy nation. വിശുദ്ധ വംശം. Whose possession are you? നിങ്ങൾ ആരുടേതാണ്? Whose possession are you? സ്വന്തമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനം. Can anybody touch ദൈവത്തിന്റെ സ്വന്തം ജനം? ആർക്കെങ്കിലും ദൈവത്തിന്റെ സ്വന്തം ജനത്തെ തൊടാൻ പറ്റുമോ? You are his possession. നിങ്ങൾ അവന്റെ സ്വന്തമത്രേ. Now what is your purpose? ഇപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? What is your purpose? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? Come on, read it out. വായിക്കുക. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. When you rise up in the morning, പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കുമ്പോൾ, before you charge your mobile, നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് മുമ്പ്, charge the atmosphere of your house with the word of God. നിന്റെ വീടിന്റെ അന്തരീക്ഷത്തെ വചനം കൊണ്ട് ചാർജ് ചെയ്യുക. Your children, your grandchildren will come with the word from heaven and they will prophesy. നിന്റെ മക്കളും പേരക്കുട്ടികളും സ്വർഗത്തിൽ നിന്നുള്ള വചനവുമായിട്ട് എഴുന്നേറ്റ് വരും. അവർ പ്രവചിച്ചു തുടങ്ങും. They will come with the revelation that you have been pondering overnight. കഴിഞ്ഞ രാത്രി നീ ചിന്തിച്ചു കൊണ്ടിരുന്ന പറഞ്ഞുകൊണ്ടിരുന്ന വെളിപ്പാടുമായിട്ട് അവർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരും. Everything about the cross was real.
ക്രൂശിനെ സംബന്ധിച്ചതെല്ലാം വാസ്തവമാണ്. His death, his resurrection. അവന്റെ മരണം, The same ഉയർത്തെഴുന്നേൽപ്പ്. spirit dwells in you. അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. You rule over every power. എല്ലാ ശക്തികൾക്കും മീതെ നിങ്ങൾ They വാഴുന്നു. have to stop their business at your command. നിന്റെ കൽപ്പനയിൽ അവരുടെ പ്രവൃത്തികൾ നിന്നേ മതിയാകും. Will you rise up within you in praise, സ്തുതിയിൽ നിന്റെ അകന്നേക്ക് എഴുന്നേൽക്കാൻ in കഴിയുമോ? declaration, പ്രഖ്യാപനങ്ങളിൽ, in decreeing? കൽപ്പന പുറപ്പെടുവിക്കലിൽ. Amen. Amen. Hallelujah. Hallelujah. Come on, give him the highest praise. അവൻ ഏറ്റവും നല്ല സ്തുതി Come കൊടുക്കുക. on, give him the Amen. highest praise. Sing unto the Lord a new song. ഓ കർത്താവിന് ഒരു പുതിയ പാട്ട് പാടുക. He deserves the praise. അവൻ സ്തുതിയു യോഗ്യനത്രേ.